ഞാൻ ഒരു കഥ പറയാം. ഒരു ക്ലാസ്സിൽ 100ഓളം കുട്ടികളുണ്ടെങ്കിൽ ആ 100ഓളം കുട്ടികളെ വഹിക്കാൻ ഒരു ടീച്ചർ ഉണ്ടാവും. ആ ടീച്ചർ ഈ 100ഓളം കുട്ടികളുടെ ഈ മാർക്കുകൾ എന്തായാലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇനി അഥവാ ആ ടീച്ചർക്ക് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കാൻ, ഈ 100 കുട്ടികളുടെ ഉള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കാൻ ടീച്ചർക്ക് എത്ര സമയം വേണ്ടി വരും? ചിലപ്പോൾ ഒരു 4 മിനിറ്റ്, ഒരു 8 മിനിറ്റ്, 10 മിനിറ്റ്, ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം ഇതിൻ്റെ ഉള്ളിലായിരിക്കാം. ഓക്കെ. എന്നാൽ അതേസമയം ആ നോട്ട്ബുക്കിൽ ഒരു കുട്ടിയുടെ പേര് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് മാർക്കുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധ്യത കൂടുകയാണ്. അപ്പോൾ അതിനെ പരിഹരിക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണം? വേറെ ഒന്ന് റീറൈറ്റ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ അതിന് മിസ്റ്റേക്ക് നമ്മൾ കളഞ്ഞിട്ട് വേറൊരു മാർക്ക് അപ്ഡേറ്റ് ചെയ്യുകയോ വേണ്ടി വരും. അപ്പോൾ അത് കൂടുതൽ മെസ്സി ആവും, അല്ലേ? അപ്പം ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റാബേസിനെ കുറിച്ച് പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡാറ്റാബേസ് ഇതിൽ നിന്ന് വ്യത്യസ്തനാകുന്നു, എന്തുകൊണ്ടാണ് ഡാറ്റാബേസ് ഇവിടെ നിന്നൊക്കെ നമുക്കൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റി തരുന്നു പല സ്ഥലങ്ങളിലും. അപ്പോൾ നമ്മൾ ഡാറ്റാബേസിന് ഉൾപ്പടക്കം പഠിക്കുന്നതിനൊപ്പം തന്നെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു നമുക്ക് പഠിക്കാൻ, നമുക്ക് എന്തായാലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇതിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇറ്റ്സ് മീ, ശ്രീകൃഷ്ണൻ. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് എന്താണ് ഡാറ്റാബേസ് എന്നുള്ളതാണ്. സോ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഇൻ എ ഓർഗനൈസ്ഡ് വേ. അപ്പോൾ അതിനാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. സോ ഇതുകൊണ്ട് എന്താണ് ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈസി ടു ആക്സസ്, മാനേജ്മെന്റ് ആൻഡ് റിട്രീവൽ. ഈ 3 കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും, കാര്യം നോക്കാൻ പറ്റും. അതുപോലെ തന്നെ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റിട്രീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടുമ്പോൾ അത് എടുക്കാൻ വേണ്ടി നമുക്ക് എളുപ്പമായിരിക്കും. ഇത് നമുക്കൊരു റിയൽ കേസ് എക്സാമ്പിൾ എടുക്കാം. നമ്മൾ അലമാരയുടെ ഉള്ളിൽ എങ്ങനെയാണ് തുണി അടുക്കി വെക്കുന്നത്? ആ തുണി അടുക്കി വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കളറുകളുടെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് എന്തിനു ചെയ്യാം? പെട്ടെന്ന് ഈസി ടു ആക്സസ്, നമുക്ക് എന്താണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ മാത്രമല്ല നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. സോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സെയിം സിറ്റുവേഷൻ നമുക്ക് ഡിജിറ്റലിലേക്ക് വരാം. ഈ ഇലക്ട്രോണിക് മാനർ നമ്മൾ ഈ കളക്ഷൻ ഓഫ് ഡാറ്റാസിനെ നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ആ സ്ഥലമാണ് ഡാറ്റാബേസ്. നെക്സ്റ്റ് വി ആർ ലുക്കിംഗ് ഫോർ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫയൽ സിസ്റ്റം ആൻഡ് ഡാറ്റാബേസ്. ഇപ്പോൾ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഫയൽസ് ഒതുക്കി വെച്ച രീതിയാണ്. സോ ഈ രീതിയിലെ പ്രത്യേകത അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫയൽ സിസ്റ്റം ഡാറ്റാസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫയലുകൾ നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണ്. ബട്ട് ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടോ? ഒരു ഫയൽ ഇന്ന ഫയലുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ? നെവർ. സോ ആ ഒരു പ്രശ്നം കൊണ്ട് എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാറ്റാബേസ് അല്ല, ഡാറ്റാസ് തമ്മിൽ കണക്ഷൻസ് ഉണ്ടാവില്ല. ഓരോ ഫയലിലുള്ള ഓരോ ഡാറ്റാസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഈ സെയിം ഫയൽസിനെ റിപ്പീറ്റ് ആവും. സോ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻക്രീസ് റിഡൻഡൻസി. ഓക്കെ. അതുപോലെ തന്നെ അടുത്തതാണ് സെർച്ച് സ്ലോ ആവുന്നുള്ള കാര്യം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഡാറ്റാബേസ് സെർച്ച് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഫയൽ സിസ്റ്റത്തിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, ഇറ്റ്സ് ടേക്ക് ടൈം. ബിക്കോസ് ഓരോ ഫയലിലുള്ള ഓരോന്നായിരിക്കും. സോ അതിന് നമുക്ക് ഫെച്ച് ചെയ്യാൻ ടൈം എടുക്കും. സോ ദാറ്റ്സ് വൈ ഈ ഒരു പോരായ്മകളുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡാറ്റാബേസിലേക്ക് മാറും. ഇനി ആപ്ലിക്കേഷൻ കേസസ്, നമ്മളൊരു ഒരു ബാങ്കിന്റെ ആപ്പൊക്കെ ആണെന്ന് യൂസ് ചെയ്യണമെങ്കിൽ, അവിടുത്തെ ഒരു രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ പെട്ടെന്ന് കിട്ടണം, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റാബേസ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? സ്റ്റോർ ചെയ്യും, റിലേറ്റഡ് ആയ ഡാറ്റാസിനെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? സ്ട്രക്ചർ ആക്കി നമ്മൾ ഇത് ഒതുക്കി ഒരു ടേബിളിൽ വെക്കും. ടേബിൾ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കും. നമുക്കത് വേണമെങ്കിൽ റിലേഷൻഷിപ്പ് ആയിട്ട് വെക്കാൻ പറ്റും. ഓരോ ടേബിളിനും ഓരോ റിലേഷൻഷിപ്പ് വെക്കാം. സോ ഇതിന് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡാറ്റാസിന്റെ കണക്ഷൻസ് ഉണ്ടാവും. അതുപോലെ ഡ്യൂപ്ലിക്കേഷൻ കുറയ്ക്കാൻ പറ്റും. നമുക്ക് ആവശ്യ സാധനം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും റീറൈറ്റ് ചെയ്ത് ഇപ്പോഴത്തെ എഴുതേണ്ട, വേറെ ഫയലിൽ നിന്ന് എഴുതേണ്ട ആവശ്യമില്ല. ലൈക്ക് ആ ഒരു ടേബിളിനുള്ളിൽ തന്നെ ആ റോയിലൂടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഡ്യൂപ്ലിക്കേഷൻ കുറവാണ് വെച്ചാൽ ലെസ് റിഡൻഡൻസി. ആൻഡ് നെക്സ്റ്റ് ഈസ് ഫാസ്റ്റ് റിട്രീവൽ. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സെർച്ചിങ് ഈസ് ഫാസ്റ്റ്. സോ ഈ ഒരു 3 കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഡാറ്റാബേസ് ആണ്. ഇനി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്പിന്റെ കേസിലൊക്കെ, അല്ലെങ്കിൽ വെബ് സെർവറിന്റെ കേസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫയൽ സിസ്റ്റം ആൻഡ് ഡാറ്റാബേസ്. നെക്സ്റ്റ് ഈസ് ടൈപ്പ് ഓഫ് ഡാറ്റാബേസസ്. ടൈപ്പ് ഓഫ് ഡാറ്റാബേസസിൽ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന് നോൺ റിലേഷണൽ ഡാറ്റാബേസും ഒന്ന് റിലേഷണൽ ഡാറ്റാബേസും. ഇത് രണ്ടിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിലേഷണൽ ഡാറ്റാബേസ് എപ്പോഴും റോ കോളം എന്ന രീതിയിലായിരിക്കും നമ്മൾ, ലൈക്ക് എക്സൽ ഷീറ്റ്, നമ്മൾ എക്സൽ ഷീറ്റ് തന്നെയാണ് കാണുന്നത്, അതേപോലെ തന്നെയാണ് നമ്മുടെ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് കാണുന്നത്. പോലെയാണ്, അതല്ല. അപ്പോൾ
ഇനി അതുപോലെ തന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ റിലേഷൻ ഡാറ്റാബേസ്. നോൺ റിലേഷൻ ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഫിക്സഡ് അല്ല, ജസ്റ്റ് ലൈക്ക് ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ആ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഗ്രാഫ്, എന്താ കീ കീ വാല്യൂ പെയർ ആയിട്ട് അല്ലെങ്കിൽ ജെയ്സൺ ഫയൽ പോലെ ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് സ്റ്റോർ ചെയ്യുക, ഗ്രാഫ് മെത്തേഡിലൊക്കെ സ്റ്റോർ ചെയ്യുക. സോ അതിനകത്ത് പെട്ടെന്ന് ഫിക്സഡ് ആയിട്ടുള്ള സംഭവമല്ല, ഒരു ഫിക്സഡ് ഒരു ടേബിളോ കോളോ ഒന്നും ആയിരിക്കില്ല. അത് ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് എപ്പോഴാണ് സ്ക്രെച്ച് ചെയ്യാം, അങ്ങനെ ടൈപ്പ് ഓഫ് സാധനമാണ്. അത് കുറച്ച് കൂടുതലായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ ഞാൻ രണ്ട് രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് റിലേഷൻ ആൻഡ് നോൺ റിലേഷൻ. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഇപ്പോൾ എന്താണ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡാറ്റാബേസ് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും? ഒരിക്കലും ഇല്ല. നമുക്ക് അതിന് എന്തെങ്കിലും സഹായത്തിൻ്റെ ആവശ്യമുണ്ട്. സോ നമുക്കൊരു സാധനം ഇന്ററാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക, ഇന്ററാക്ട് ചെയ്യുക. ഡാറ്റാബേസുമായിട്ട് മാനേജ്മെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഉദ്ദേശിക്കുന്നത്. സോ അതിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ PostgreSQL, MySQL, അങ്ങനെ കുറെ സ്കിൽസ് ലൈക്ക് ഒറാക്കിൾ, അങ്ങനെ സംതിങ് ഉണ്ട്. സോ ഇതിൽ നമ്മൾ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത് PostgreSQL ആണ്. ഇനി അടുത്തേക്ക് പോകുന്നേക്കാൻ മുമ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്കീമ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ ടേം അല്ലെങ്കിൽ കുഞ്ഞൊരു ഭാഗം പഠിക്കാറുണ്ട്. ഇത് കുറച്ചൊരു കൺസെപ്റ്റ്, ഒരു അത്യാവശ്യം ഒരു ഡയറക്റ്റ് കൺസെപ്റ്റ് ആണെങ്കിലും പക്ഷെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണതെന്ന്. സോ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ, ജസ്റ്റ് ലൈക്ക് എങ്ങനെയാണ് വർക്ക് നടക്കുന്നത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് 3 ടൈപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ 3 രീതി എന്ന് പറയുമ്പോൾ ഒന്ന് എക്സ്റ്റേണൽ, കൺസെപ്ഷ്യൽ ആൻഡ് ഇന്റേണൽ, ഈ 3 രീതിയിൽ തിരിച്ചു. അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് എക്സ്റ്റേണൽ ആണ്. സോ എക്സ്റ്റേണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മൊബൈൽ ആപ്പിനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇമാജിൻ ചെയ്യാം, ഒരു വ്യക്തി എന്താണ് കാണേണ്ടത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എക്സ്റ്റേണൽ വ്യൂ. ആ വ്യൂ സ്ക്രീനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഡാറ്റാബേസിൽ ഇപ്പോൾ കുറേ ടേബിൾസ് ഒക്കെ ഉണ്ടാവും. സോ ആ ടേബിൾ നെയിം, ഏജ്, ഇങ്ങനെ കാര്യങ്ങളുണ്ടാവും. അപ്പം എന്താണ് കാണേണ്ടത്, എന്താണ് യൂസേഴ്സിന് കാണേണ്ടത്, അതാണ് ബേസിക്കലി ഈ എക്സ്റ്റേണൽ ലെവൽ ഉദ്ദേശിക്കുന്നത്. ഇനി അത് കൺസെപ്ഷൻ ലെവൽ എന്ന് പറയുമ്പോൾ ഇതൊരിക്കലും ജസ്റ്റ് ലൈക്ക് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന ഭാഗമല്ല, ഒരു കൺസെപ്ഷണൽ ഭാഗമാണ്, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡാറ്റാബേസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു കുറേ ടേബിൾസ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. ഈ ടേബിൾസുകൾ തമ്മിൽ കുറേ റിലേഷൻഷിപ്സ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു 2 ടേബിൾ, ഒരു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ട്, സ്റ്റുഡൻസിന് ലോഗ് എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ട്. സോ ഈ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിൾ ഈ ഒരു ലോഗ് എന്ന ടേബിളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നുണ്ട്. സോ അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മൾ ഈ ഉൾഭാഗത്തിന് കൺസെപ്ഷനായിട്ട് മനസ്സിലാക്കി വെക്കുക. പക്ഷെ അതൊരു സംഭവം ഉണ്ടാക്കി വെക്കും, നമ്മളത് കൂടുതലായിട്ട് കാര്യങ്ങൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊരു റിലേഷൻഷിപ്പ് ഒക്കെ വെക്കുമ്പോൾ അതിന് കൺസെപ്ഷൻ ലെവൽ എന്ന രീതിയിലാണ് നമ്മൾ പേരിടുന്നത് ലെയറിൽ. ഇനി അടുത്താണ് ഇന്റർണൽ ലെവൽ. ഇനി ഇന്റർണൽ ലെവൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവർ അല്ലെങ്കിൽ ഡാറ്റാബേസ്, അതിൻ്റെ ഉള്ളിൽ ഈ ഡാറ്റസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്, ഏത് ഡ്രൈവറിലാണ് സേവ് ചെയ്തേക്കുന്നത്, ആ കാര്യത്തിലാണ് ഇന്റർണൽ ലെവൽ എന്ന് പറയുന്നത്. സോ ഇന്റർണൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ കുറെ ഡാറ്റസ് നമ്മൾ ഈ പറഞ്ഞ ടേബിൾസ് ഒക്കെ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് സാധനമാണ്, ഒരു ഇലക്ട്രോണിക് ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. സോ ഇതിനൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഹാർഡ്വെയറിലും അതിലൊക്കെ ആയിരിക്കും. സോ ഈ ഹാർഡ്വെയർ, ആ ഡ്രൈവർ, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇത് സർവർ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ സർവറിന്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഗൂഗിളിലെ വലിയ സർവറൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ അതിന്റെ ഉള്ളിലേക്ക് സേവ് ചെയ്യുന്നുണ്ടാവുക. സോ ആ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സംഭവത്തിനാണ് ഇന്റർണൽ ലെവൽ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് ഇൻ 3 സ്കീം ആർക്കിടെക്ചർ ടു അണ്ടർസ്റ്റാൻഡ്. സോ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് എന്തുകൊണ്ട് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു സാധനം മാറ്റി കഴിഞ്ഞാൽ 2 ലെവലും മാറില്ല. ഇപ്പോൾ ഞാൻ ഇന്റർണൽ ലെവൽ മാറ്റുന്ന വിചാരിക്കുക, ഇപ്പൊ ഞാൻ വേറൊരു ഹാർഡ് ഡിസ്കിലേക്ക് ഇതിനെ കോപ്പി ചെയ്തെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ഒരിക്കലും കൺസെപ്ഷൻ ലെവലും എക്സ്റ്റേണൽ ലെവലും മിക്സ് ആയി പോവില്ല, കൊളൈഡ് ആവില്ല ഒരിക്കലും. അത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിന് വേണ്ടി മാത്രം നമ്മൾ ഇത് പഠിക്കണം. സോ ഇതിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ തീർച്ചയായും ചെയ്യാൻ പഠിച്ചിരിക്കണം. സോ ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. SQL എന്താണ്? SQL നമ്മൾ ചെയ്യുന്നതും പഠിക്കാൻ പോകുന്നതും എല്ലാം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് SQL. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് പഠിക്കണം, എന്താണ് SQL. ദിസ് എ സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ്, അതാണ് ബേസിക്കലി SQL. ഇപ്പം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഇത് ഒരു ലാംഗ്വേജ്, ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ് ടു കമ്മ്യൂണിക്കേറ്റ് ദ ഡാറ്റാബേസ്. അല്ലെങ്കിൽ ഡാറ്റാബേസിന്റെ എഞ്ചിനോട് സംസാരിക്കുകയാണ് നമുക്ക് എന്താണ് വേണ്ടത് എന്ന്. അത് നമ്മൾ SQL രൂപത്തിലാണ് എഴുതിയിട്ടാണ് നമ്മൾ ഇതിനെ ഡാറ്റാബേസ് സെൻഡ് ചെയ്യണം. ഒരു ഡാറ്റാബേസ് നമുക്ക് അതനുസരിച്ചുള്ള ഔട്ട്പുട്ട് തരും. അതപ്പോൾ നമ്മൾ എങ്ങനെയാണ് SQL എഴുതാൻ പോകുന്നത് നമുക്ക് ഈ പഠിക്കാൻ പോകുന്ന അടുത്തത്
പഠിക്കാം. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു മെന്റൽ മോഡൽ, ഒരു മോഡൽ തരാം. എങ്ങനെയാണ് നമുക്ക് ഈ സോഫ്റ്റ്വെയറും ഡാറ്റാബേസും ടേബിൾസും ഒക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി വെക്കാം. അതിന്റെ അതിൻ്റെ ഉള്ളിൽ ടേബിൾസിനുള്ളിൽ എന്തൊക്കെയുണ്ട് നമുക്കൊരു ബ്രീഫായിട്ട് പറയാം. അതൊരു പിക്ചറൈസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ തരാം. അപ്പൊ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കാൻ സാധിക്കും. സോ അതിന് വേണ്ടി നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സോഫ്റ്റ്വെയർ. സോ ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത് പോസ്റ്റ്ഗ്രെസിന്റെ SQL സോഫ്റ്റ്വെയർ ആണ്. സോ ബേസിക്കലി നമുക്ക് വി ആർ യൂസിങ് ലൈക്ക് ദാറ്റ്. സോ ഇൻസൈഡ് ദി സോഫ്റ്റ്വെയർ there are multiple types of databases are accommodate. സോ ഈ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾസ് പറയുന്നത് സ്കൂൾ DB. സ്കൂളിൻ്റെതായ കാര്യങ്ങൾ ഡാറ്റാബേസ് കൺട്രോൾ ചെയ്യും സ്കൂൾ DB കൊടുത്തു. മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി DB, ഒരു കമ്പനി ഡാറ്റാബേസ് കൊടുത്തു. നമുക്ക് കമ്പനീസ് ബിസിനസ് ലോജിക് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഒരു ഡിവൈസിനുള്ളിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ലോജിക്സ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ത്രൂ ഡാറ്റാബേസ്. നമുക്ക് ഇനി സ്കൂൾ DB എന്നുള്ള ഡാറ്റാബേസിന്റെ ഉള്ളിലേക്ക് പോകാമെന്ന് ചിന്തിക്കാം. അതിന് ഉള്ളിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ടേബിൾസിന്. സോ ഈ ടേബിൾസ് അക്കോമഡേറ്റ് ചെയ്തിരിക്കണം. നമുക്ക് ഇപ്പോൾ സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് കാണണം. സോ ആ ലിസ്റ്റ് എഴുതിയിരിക്കുന്നത് ഈ സ്റ്റുഡൻസ് ടേബിളിലായിരിക്കും. ഡിപ്പാർട്ട്മെന്റ് ടേബിളിലുള്ളിലായിരിക്കും എന്തുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുക, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവുക. സോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള എത്ര വേണമെങ്കിൽ നമുക്ക് ടേബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. സോ നമ്മൾ ഈ ഓരോ ടേബിൾസിനുള്ളിലും ഒരു റോ ആൻഡ് കോളം എന്ന രീതിയിലായിരിക്കും അതിനെ അക്കോമഡേറ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നത് ഡാറ്റാസിനെ. സോ റോയിലെ റെക്കോർഡ്സ് നിന്നും കോളത്തിനെ ഫീൽഡായിട്ട് നമുക്ക് കൺസിഡറേഷൻ ചെയ്യാം. നമുക്ക് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ സാധിക്കുന്നത് വെച്ചാൽ റിലേഷൻഷിപ്പ് ആണ്. എവറി ടേബിൾസ് വി ഹാവ് എ റിലേഷൻഷിപ്പ് ടു സെറ്റ് എ റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഉള്ളത് നമുക്ക് ഫോറിങ്കി എന്നുള്ള രീതിയിൽ റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്ത് വെക്കാൻ പറ്റും. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ബാക്കി ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവും. സോ ഇത് മനസ്സിലാക്കി വെക്കുക. ഇതാണ് സ്ട്രക്ചർ. ഒരു ഡാറ്റാബേസ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സാധനം എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡാറ്റാബേസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം അതിന് ക്രിയേറ്റ് എന്ന കീവേഡ് വിളിച്ചിട്ട് ഡാറ്റാബേസ് എന്നുള്ള കീവേഡ് നമ്മൾ ഉപയോഗിച്ചിട്ട് ഇവിടെ എഴുതുന്നു. അതിനുശേഷം നമുക്ക് എന്താണോ ഡാറ്റാബേസിൻ്റെ പേര് എടുക്കേണ്ടത് അത് എഴുതാം. ഞാൻ തൽക്കാലം വീഡിയോ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവിടെ ഫോർ വീഡിയോ എന്ന രീതിയിൽ VID_VID എന്ന് എഴുതുന്നു. എന്നിട്ട് അത് ഞാൻ സേവ് ചെയ്യുന്നു. ജസ്റ്റ് ലൈക്ക് കമാൻഡ് ഒരു സെമിക്കോളൻ ഇട്ട് സേവ് ചെയ്യുന്നു. ആ ഡാറ്റാബേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അതിനെ ഞാൻ ആക്സസ് ചെയ്യണം. ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് /C എന്ന് പറഞ്ഞിട്ട് എന്താണോ ഡാറ്റാബേസിൻ്റെ നെയിം ഉള്ളത് നമ്മൾ കൊടുത്തത് ആ നെയിം അടിച്ചു കൊടുക്കുക. ഇപ്പോൾ _VID എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളത് എഴുതുന്നു ഇവിടെ. എന്നിട്ട് എൻ്റർ അമർത്തുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഡാറ്റാബേസിലേക്ക്. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നൊപ്പം തന്നെ നമുക്ക് ഡാറ്റ ടൈപ്സും കൺസ്ട്രെയിൻസും കൂടി നമുക്ക് പരിചയപ്പെടാം. ചെയ്യുന്നൊപ്പം തന്നെ നമുക്ക് തിയറിയും പറഞ്ഞിട്ട് അതേപോലെ ഡെഫിനേഷൻ പറഞ്ഞിട്ട് പോവാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് CREATE കറക്റ്റ് ആയിരുന്നു. ക്രിയേറ്റ് ടേബിൾ. ഓക്കെ, എന്നിട്ട് നമുക്ക് പേര് കൊടുക്കാം സ്റ്റുഡൻറ്റ് എന്ന്. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ. എന്നിട്ട് ഞാൻ അതിനുള്ള ഫീൽഡ് വെച്ചാൽ ഓരോ കോളംസ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ID എന്ന് പറഞ്ഞ കോളത്തിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുക്കണത് ഇവിടെ സീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ബേസിക്കലി ക്യാപ്സ് ആക്കാം. എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ സീരിയൽ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ഞാനിപ്പോൾ എഴുതുന്ന ഒരു സിൻടാക്സ് ഇല്ലേ, ഇതാണ് ബേസിക്കലി നമ്മുടെ ജനറലായിട്ട് നമ്മൾ കൂടുതൽ റീഡബിലിറ്റിക്ക് വേണ്ടി എഴുതുന്നത്. കാരണം ഇവിടെ കേസ് സെൻസിറ്റീവ് ആണ് നമ്മുടെ പോസ്റ്റ്ഗ്രെസ് SQL ഉള്ളിലുള്ള കീവേഡ്സ്. ക്രിയേറ്റ്, ടേബിൾ, അൾട്ടർ, സീരിയൽ, പിന്നെ ഇൻഡ്, വാർക്കെയർ എന്നൊക്കെ പറയുന്നത് ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. സോ അത് നമുക്കിപ്പോൾ സ്മോൾ ലെറ്റർ എഴുതിയാലും ക്യാപിറ്റൽ എഴുതിയാലും ഒരേപോലെ കൺസിഡറേഷൻ ചെയ്യാം. ബട്ട് നമ്മൾ റീഡബിലിറ്റിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും എഴുതുന്നത് ഈ ഒരു രീതിക്കായിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സീരിയൽ എന്നത് പറഞ്ഞുതരാം. നമുക്ക് സീരിയൽ എന്ന് പറയുന്നത് ബേസിക്കലി ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ആവുന്ന നമ്പറാണ്. ഇപ്പോൾ നമ്മളൊരു ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഫീൽഡിലെ ID ആണല്ലോ. സോ നമ്മൾ ഓട്ടോമാറ്റിക് ഇപ്പോൾ നമ്മൾ ആ ID എന്ന സാധനം സെലക്ട് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടില്ല, നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. കൊടുക്കാത്ത സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി 1, 2, 3 പുതിയ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമ്പോൾ 1, 2, 3 പറഞ്ഞിട്ടാണ് ആ ID ക്രിയേറ്റ് ആവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരിയൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരു കൺസ്ട്രെയിന്റ് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് പ്രൈമറിക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, പ്രൈമറിക്ക് എന്ന് പറയുന്നത് ബേസിക്കലി ഓരോ റെക്കോർഡിനും അല്ലെങ്കിൽ ഓരോ റോസിനും ഒരു യൂണീക്ക് ID ആണ് കൊടുക്കുന്നത്. ഈച്ച് റോസിന് ഒരു യൂണീക്ക് ID കൊടുക്കും. ഈ ഒരിക്കലും എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നോട്ട് നൾ. കാരണം
ഈ പ്രൈമറി കീ ബേസിക്കലി ഒരിക്കലും നൾ വാല്യൂ വരില്ല, അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ്സും വരില്ല പ്രൈമറി കീ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അതിലേക്ക് നമുക്കൊരു സ്കൂളിലുള്ള റോൾ നമ്പർ തന്നെയോ അല്ലെങ്കിൽ ആ ആധാർ കാർഡിനൊക്കെ നമുക്ക് ഉപമിക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നെയിമാണ് കൊടുക്കുന്നത്, സ്റ്റുഡൻസിന്റെ നെയിം. അപ്പം നമ്മുടെ സ്റ്റുഡൻസിന്റെ നെയിം എടുക്കാൻ വേണ്ടിയിട്ട് വാർക്കെയർ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, വാർക്കെയർ നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ നമുക്കൊരു ലിമിറ്റ് കൊടുക്കാം. ജസ്റ്റ് ഒരു 20ഓ 25ഓ ചിലപ്പോൾ 50ഓ അത്ര വരെ കൂടും നെയിമൊക്കെ. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ 25 മതിയായിരിക്കും. ഓക്കെ, 25 നമുക്ക് കൊടുത്തു വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഈ വാർക്കെയർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഈ സ്ട്രിങ്ങളൊക്കെ എഴുതൂലേ, സ്ട്രിങ്സ് എഴുതുമ്പോൾ ആ സ്ട്രിങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ, ടെക്സ്റ്റിനെ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ വാർക്കെയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു എന്താ പറയുക കൺസ്ട്രെയിൻ കൊടുക്കാം ഇതിന്, നോട്ട് നൾ. ഓക്കെ, നോട്ട് നൾ എന്നുള്ള കൺസ്ട്രെയിൻ കൊടുക്കുന്നതിന് അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ നൾ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എം ടി വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അത് അലോ ചെയ്യില്ല. കാരണം നെയിം എന്നുള്ളത് എന്തായാലും കൊടുത്തിരിക്കേണ്ട ഒരു ഫീൽഡായി മാറും, കമ്പൽസറി ഫീൽഡാവും. അപ്പം അത് കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നൾ വാല്യൂ ഇസ് നോട്ട് അല്ലെങ്കിൽ എം ടി ഇസ് നോട്ട് അലോഡ് എന്ന രീതി കാണിക്കും. നൾ വാല്യൂ എന്നുള്ള രീതിയിലുള്ള നോട്ട് നൾ എന്നുള്ള എറർ കാണിക്കും അവിടെ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം, ഏജ് കൊടുക്കാം. ഓക്കെ, പേജ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഇൻറ്റെന്ന് കൊടുക്കാം. നമ്പേഴ്സ് ആണല്ലോ, വോൾ നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഡെസിമൽ ഇല്ലാത്ത ഏജ് വഴിക്കും നമുക്ക് 2.0 അല്ലെങ്കിൽ 25.2 ഒന്നും എഴുതില്ല. അപ്പൊ ഡെസിമൽ നമ്പേഴ്സ് അല്ല, വോൾ നമ്പേഴ്സോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് മൈനസ് നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഇൻറ്റില്. ബട്ട് നമുക്ക് ഇപ്പോൾ വോൾ നമ്പേഴ്സ് കൺസിഡറേഷൻ ചെയ്യാം, നമ്മൾ ഏജ് അങ്ങനെ കൺസിഡറേഷൻ ചെയ്യണേ. അപ്പോൾ ഇൻറ്റെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വോൾ നമ്പേഴ്സിനെയോ അല്ലെങ്കിൽ നമ്പേഴ്സിനെയാണ് ഉപമിക്കുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ്. ഇനി നമുക്ക് കൺസ്ട്രെയിൻ കൊടുക്കാം. കൺസ്ട്രെയിൻ അവിടെ നമുക്ക് കൊടുക്കുന്ന ഒരു കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ റൂളാണ്. സോ ആ റൂൾ നമുക്ക് എങ്ങനെ കൊടുക്കാൻ നോക്കാം. കൺസ്ട്രെയിൻസിനകത്ത് ഇപ്പൊ ഇവിടെ നമുക്ക് കൊടുക്കേണ്ട ചെക്ക് കൊടുക്കാം, CHEK ചെക്ക്. എന്നിട്ട് ഈ ചെക്ക് എന്ന സംഭവം നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഏജ് 0-നേക്കാൾ താഴെ അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 0-നേക്കാൾ താഴെ എന്ന് വെച്ചാൽ നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അലോഡ് ചെയ്യാൻ പാടില്ല. കാരണം ഒരു മനുഷ്യന് നെഗറ്റീവ് ഏജ് വരില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ കൊടുക്കുകയാണ് എന്ത്, ഏജ് എന്ന് പറയണത് ഗ്രേറ്റർ ആയിരിക്കണം എന്തിനേക്കാളും, 0-നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമാണ് ആ ഒരു കോളത്തിലേക്ക് എൻ്റർ ആവാൻ പാടുള്ളൂ നമ്പേഴ്സ്. അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു കൺസ്ട്രെയിൻ. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇത്ര മതി, ഇത്ര കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്കത് ക്രിയേറ്റ് ചെയ്യാം ടേബിൾ. അതിപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്കിവിടെ പറയാം, എന്താണ് ഡെഫിനിഷൻ ഓഫ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഡാറ്റ ടൈപ്പ്, സീരിയൽ, വാർക്കെയർ, അതുപോലെ തന്നെ ഇൻറ്റ്, ഇതൊക്കെയാണ് ബേസിക്കലി എന്ത് എന്ന് പറയുന്നത്, ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് ഡാറ്റ ടൈപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോളത്തിനുള്ളിൽ ഒരു എന്ത് ഡാറ്റയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് ഡാറ്റയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഉദ്ദേശം ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ആൻഡ് കൺസ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, പ്രൈമറി കീ, നോട്ട് നള്ള്, ചെക്ക്. അത് ഏജ് എന്ത് ചെയ്യണം, പോസിറ്റീവ് നമ്പേഴ്സ് വരണം എന്നാണ് കൊടുത്തേക്കണേ. അപ്പോൾ ബേസിക്കലി ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു റൂളാണ് ആണല്ലോ. ഇപ്പോൾ ഒരു പ്രത്യേക ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും അത് എന്തായിട്ട് വരണം, ഒരു സെർട്ടൈൻ റൂൾസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ആയിട്ടുള്ള ഡാറ്റാസ് മാത്രമേ നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ആവുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡ്യൂപ്ലിക്കേഷൻ അലോഡ് ചെയ്യാം, ഇൻവാലിഡ് ആയിട്ടുള്ള ഡാറ്റാസ് നമുക്ക് കുറയ്ക്കാം. അങ്ങനെയുള്ള ഉപയോഗങ്ങളാണ് ഇതുകൊണ്ട് ഉപയോഗിക്കുന്നത്, പക്ഷെ നമുക്ക് യൂസ് ഉള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ടേബിളിനെ ഷോ ചെയ്യാന്ന് കാണിക്കുക. ഇപ്പോൾ നമ്മളൊന്നും ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടില്ല ടേബിളിലേക്ക്, പക്ഷെ നമുക്ക് കാണിക്കാം എങ്ങനെയാണെന്ന് ഷോ ചെയ്യാന്ന്. അപ്പോൾ ഷോ ചെയ്യാൻ സെലക്ട് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം. ഇവിടെ സ്റ്റുഡൻറ്റിനാണ് ടേബിൾ നെയിം, സ്റ്റുഡൻറ്റ് അല്ലേ, ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് സെമിക്കോളൻ കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവില്ല. അപ്പോൾ എൻ്റർ അമർത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ID, നെയിം, ഏജ് എന്ന കോളം കാണാൻ പറ്റും. നമ്മളിപ്പോൾ 0 റോസ് കൊടുക്കാം, കാരണം നമ്മൾ ഒരു ഡീറ്റെയിൽസ് ആഡ് ചെയ്യാത്തതാണ്. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ആഡ് അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ റോസ് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ സ്റ്റാർ എന്താണ് മീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ നമ്മൾ എല്ലാ കോളത്തിനെയും സെലക്ട് ചെയ്യാണ്. കാരണം ID-നെയും നെയിമിനെയും ഏജിനെയാണ് മുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും സെലക്ട് ആവുമായിരുന്നു. പക്ഷേ
ടോട്ടൽ ഓൾ സെലക്ട് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാറിന്റെ അർത്ഥം വരുന്നത്. ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഡാറ്റാസ് നമുക്ക് നമ്മുടെ ടേബിളിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കതിന് വേണ്ടി നമ്മൾ ഇൻസേർട്ട് എന്നുള്ള കീവേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസേർട്ട് എന്നുള്ള കീവേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക, ജസ്റ്റ് ലൈക്ക് നോട്ട് അപ്ഡേറ്റിംഗ്. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യുക, ഡാറ്റാസിന് നമ്മൾ നമ്മുടെ ടേബിളിലേക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ റോ ആയിട്ട് ആഡ് ചെയ്യാനാണ് നമ്മൾ ഇൻസേർട്ട് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇൻസേർട്ട് ഉപയോഗിക്കാം. CRT ഇൻസേർട്ട് ഇൻടു. ഓക്കെ, ഇൻസേർട്ട് ഇൻടു എന്ന് പറഞ്ഞിട്ട് എവിടെ ടേബിൾ നെയിം കൊടുക്കുക. അപ്പോൾ ഇൻസേർട്ട് ഇൻടു ടേബിൾ നെയിം. നമ്മൾ ഇവിടുത്തെ ടേബിൾ നെയിം എന്താണ്? സ്റ്റുഡൻറ്റ്. ഓക്കെ, സ്റ്റുഡൻറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇപ്പോൾ എഴുതുന്ന ഒരു ബേസിക് സിൻടാക്സ് എഴുതാൻ കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം ബേസിക് സിൻടാക്സ് കാണിച്ചു തരാം. വാല്യൂസ് കൊടുത്തു. വാല്യൂസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വാല്യൂസ് ഉള്ളത് കൊടുക്കണം, എന്ത് വാല്യൂ ഉള്ളതെന്ന്. അപ്പോൾ നമ്മൾ വാല്യൂസ് എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്? ഇവിടെ ID ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്. ശരിയാണല്ലോ. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ കൊടുക്കുമ്പോൾ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂസിനുള്ളിലേക്ക് നമ്മൾ എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കണം. ബേസിക്കലി നമ്മൾ എല്ലാം കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ID 1, അതുപോലെ തന്നെ നെയിം എന്ന് പറയണത് ഒരു നമുക്ക് സ്ട്രിങ്ങിലെ വരികയാണ്. അപ്പോൾ സ്ട്രിങ്ങിന് കൊടുക്കുമ്പോൾ അനു എന്ന് കൊടുക്കാം. തൽക്കാലം ഇപ്പോൾ അനു കൊടുത്തു. എന്നിട്ട് നമുക്ക് ഏജ് എന്താണ്? ഒരു 15 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ആ സ്റ്റുഡൻറ്റ് നമ്മൾ സേവ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ സെമിക്കോളൻ ഇട്ടു, എന്നിട്ട് എൻ്റർ അമർത്തി. ഇപ്പോൾ ഇൻസേർട്ട് ആയി. കണ്ടോ, ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ട് 1 കണ്ടില്ലേ, 0 നമുക്ക് ഇതിന് സെലക്ട് ചെയ്ത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ലൈക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ ക്യൂവിനെ ഷോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്ത് ID നമ്പർ 1 അനു എന്നുള്ള പേരും ഏജും വന്നിട്ടുണ്ട് അവിടെ. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേറെ രീതിക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിരുന്ന എന്ത് സീരിയൽ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവുമെന്ന് പഠിച്ചു ആണല്ലോ. നമുക്ക് അങ്ങനെ രീതിക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ID സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, എന്നിട്ട് നമ്മൾ വെറുതെ നമ്മൾ വേറെ ആളുടെ പേരും ഏജും മാത്രം ആഡ് ചെയ്യാണ്. സോ ആ സമയത്ത് ID ഓട്ടോമാറ്റിക്കലി വരുമോ നോക്കാം. നമുക്ക് എഴുതാം ഇൻസേർട്ട് ഇൻടു. നമുക്ക് എവിടെ എഴുതേണ്ട? സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് അല്ലേ. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിൾ, ക്ലാസ് അല്ല ടേബിളിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? ID ഒഴിച്ച് നെയിമും ഏജിനെയും മാത്രം ഇൻസേർട്ട് ചെയ്യണം. സോ നമ്മൾ എഴുതാണ് എന്ത്? നെയിം എന്നുള്ള കോളം സെലക്ട് ചെയ്തു, ഏജ് എന്നുള്ള കോളം സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ വാല്യൂസ് എന്ന് വിളിച്ചു. ഓക്കെ, ഇങ്ങനെ വാല്യൂസ് വിളിച്ചു. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് വരികയാണ് എന്ത്? അപ്പോൾ നമുക്ക് ഈ നെയിം കൊടുക്കാം. ഒരു നെയിം എന്താണ്? കിരൺ എന്ന് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഒരു ഏജ് കൊടുക്കണം 17. ഓക്കെ, നമ്മൾ അതും കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എൻ്റർ അമർത്തി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ആദ്യം ജസ്റ്റ് ലൈക്ക് വെറുതെ വിളിച്ച സമയത്ത് അവിടെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാദ്യം എറർ വന്നു. ഡ്യൂപ്ലിക്കേറ്റ് കീ വാല്യൂ വോയിലേറ്റ്സ് യൂണിക് കൺസ്ട്രെയിൻ സ്റ്റുഡൻറ്റ് പി കീ എന്ന് പറഞ്ഞ പ്രൈമറി കീ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇവിടെ 1 എഴുതി കൊടുത്തോണ്ട് ഇവിടെ ഇവിടെ 1 എഴുതി കൊടുത്തോണ്ട് അവിടെ ഓട്ടോമാറ്റിക്കലി 1 വന്നു സാധനം ശരിയാണ്. ബട്ട് നമ്മുടെ സീരിയൽ എന്നുള്ള സംഭവത്തിൽ ഇൻക്രിമെന്റ് നടന്നിട്ടില്ല. മനസ്സിലായോ? ഇൻക്രിമെന്റ് നടക്കുമ്പോൾ എന്ന് പറയുന്നത് ആദ്യം മുതൽ ഓട്ടോമാറ്റിക് ഇൻക്രിമെന്റ് നടക്കണം, എന്നാൽ മാത്രമേ കൺസിഡറേഷൻ ചെയ്യുള്ളൂ. പിന്നെ രണ്ടാമത് ഇൻസേർട്ട് ഇൻറ്റു എന്ന് കൊടുത്തിട്ട് സെയിം അതേപോലെ തന്നെ നമ്മൾ മുമ്പ് കൊടുത്ത പോലെ തന്നെ വെറുതെ കൊടുത്തു. നെയിം ഏജ് സെലക്ട് ചെയ്തു, എന്നിട്ട് കിരൺ ആഡ് ചെയ്തു. അപ്പം എനിക്ക് എന്തായി? അപ്ഡേറ്റ് ആയി. കണ്ടോ, ഇൻസേർട്ടിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യും. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ കിരണിനെയും അയോനെയും വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ഇൻക്രിമെന്റ് നടക്കും. ബട്ട് ഇൻ കേസ് നമ്മൾ അഥവാ നമ്മൾ മാനുവലായിട്ടാണ് നമ്മൾ ID കയറ്റിയിട്ടുള്ളത് എങ്കിൽ ഫസ്റ്റ് കാണിക്കുമ്പോൾ ഒരു യൂണിക് കൺസ്ട്രെയിന്റ് എറർ കാണിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ അത് ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഇൻക്രിമെന്റ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് മാനുവൽ ആയതുകൊണ്ട് നടക്കൂല. പിന്നെ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് കൊടുത്തപ്പോഴാണ്, രണ്ടാമത്തെ പ്രാവശ്യം അപ്ഡേറ്റ് കൊടുത്തപ്പോഴാണ് വർക്ക് ചെയ്തത്. ജസ്റ്റ് അപ്ഡേറ്റ് അല്ല, ഇൻസേർട്ട് കൊടുത്തപ്പോഴാണ് വർക്ക് ചെയ്തത്. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ. ഇപ്പോൾ നമുക്കൊരു പുതിയൊരു എറർ കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ആ എറർ എന്ന്. മനസ്സിലായില്ലേ? ദാറ്റ്സ് എ തിങ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തൊരു കീവേഡ് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസ് നമ്മുടെ ടേബിളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് എനിക്ക് 18 ഏജ് ഉള്ളതിൻ്റെ മുകളിലുള്ള ആൾക്കാരെ, 18 ഏജിനേക്കാൾ മുകളിലുള്ള ആൾക്കാരെ മാത്രം
എനിക്ക് റിസൾട്ട് കാണിക്കണം. ഓക്കെ, ഷോ ചെയ്യണം ഒരു ടേബിള്. എന്നാൽ അതെന്ത് ചെയ്യണം, 18 ഏജിനേക്കാൾ കൂടുതലുള്ള ആൾക്കാർ മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ 18 ഏജിനേക്കാൾ മുകളിലോ. ഇതാണ് എൻ്റെ കണ്ടീഷൻ. ഈ കണ്ടീഷനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ നമ്മൾ അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക വേർ കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേർ കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. സോ ബേസിക്കലി അപ്പൊ നമ്മൾ വേർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് സ്റ്റാർ എന്ന് പറയുമ്പോൾ എല്ലാ കോളം സെലക്ട് ചെയ്യും. ഫ്രം ഇങ്ങനെ എഴുതാട്ടോ, ഫ്രം എവിടെയാണ് സ്റ്റുഡൻസ്, അല്ലെ സ്റ്റുഡൻറ്റ്. ഓക്കെ, സ്റ്റുഡൻസ് അല്ല സ്റ്റുഡൻറ്റ്. എന്നിട്ട് നമ്മൾ താഴെ വരികയാണ് വേർ എന്താണ്, നമുക്ക് ഏജ് അല്ലേ നമ്മുടെ കോളത്തിന്റെ പേര്. ഇപ്പൊ വേർ ഏജ് എന്നുള്ളത് ഗ്രേറ്റർ ദാൻ, ഏജ് എന്നുള്ളത് ഗ്രേറ്റർ ആയിരിക്കണം എന്തിനേക്കാളും, 18 എന്നുള്ള ഇതിനേക്കാളും. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കും, അതാണ് കണ്ടീഷൻ കൊടുക്കുന്നത്. ഈ കണ്ടീഷൻ കൊടുത്ത് നമ്മള് സെമിക്കോൺ ഇട്ടിട്ട് നമ്മൾ എൻ്റർ അമർത്തി കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്ത്, ID 3, 4, 6 എന്നുള്ള ആൾക്കാർ 18 വയസ്സിനൊക്കെ കൂടുതലുള്ളവരാണ്. അപ്പോൾ 18 എന്ന് പറയുമ്പോൾ 18 ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ 18 എന്നുള്ള സമയത്ത് ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 കൊടുത്താൽ മാത്രമേ 18 എന്നുള്ള ഏജ് ഇൻക്ലൂഡ് ആവുള്ളൂ, ഇല്ലെങ്കിൽ ഇൻക്ലൂഡ് ആവില്ല. സോ അത് കൊടുക്കാൻ മറന്നു. ബട്ട് അത് ഇഷ്യൂ ഉള്ള കാര്യമില്ല. നമുക്ക് ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ, കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈക്വൽ ടു ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്യൂ മാറാവുന്നതുണ്ടോ. ഈക്വൽ ടു ഇടുകയാണെങ്കിൽ ഉണ്ടോ, ഇപ്പൊ 18 എന്നുള്ള ഏജ് വന്നു. ഇപ്പൊ 5ാമത്തെ ഐഡിയുള്ള മായയും കൂടി വന്നു. മായ എന്നുള്ളത് 18 ഏജ് ആണ് കാണിക്കുന്നത്. സോ ഈക്വൽ ടു ഇടുമ്പോൾ 18 എന്ന് കാണിക്കും. ഓക്കെ, നമ്മൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 കൊടുത്തിരിക്കുന്നത് ഒരു ഓപ്പറേറ്റേഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ഓപ്പറേറ്റർ ആണ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഓപ്പറേറ്റർ എന്ന് പഠിച്ചിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റർ കുറിച്ച് മനസ്സിലാക്കാം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് വേറിന്റെ കൂടെ എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവിടെ എന്താണ് ഓപ്പറേറ്റേഴ്സ്, ഇപ്പോൾ നമുക്കൊരു ക്യൂറിയിൽ ഓപ്പറേഷൻ നടത്താനും അതുപോലെ തന്നെ SQL ക്വറീസിൽ കമ്പാരിസൺ നടത്താനും നമുക്ക് ഈ ഒരു ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് എന്താണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്നാണ്. സോ കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ് നമ്മൾ ഇവിടെ നോക്കിയിട്ടുള്ളത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനത്തെ വരുന്ന ടൈപ്സ് ആണ് നമ്മുടെ ഈ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ നേരത്തെ ചെയ്തത്. ഇനി അടുത്ത് നമുക്ക് എക്സാമ്പിൾ നോക്കാൻ വേണമെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനകത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കതിനെ ആൻഡ്, ഓറ് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. കൂടുതൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിലും അത് നിങ്ങൾ മുമ്പിലേക്ക് പഠിക്കണം. കാരണം ഇപ്പൊ കൂടുതൽ പഠിപ്പിക്കാൻ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയണില്ല. 2 ഓപ്പറേറ്റേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ. ആവശ്യം വരുമ്പോൾ ഞാൻ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് പരിചയപ്പെടുത്താം. നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ക്യൂരി എഴുതാം. എനിക്ക് ഈ ടേബിളിൽ 18 വയസ്സിനേക്കാൾ മുകളിൽ ഒരു കുട്ടീനെ വേണം, എന്നാൽ ആ കുട്ടിയുടെ പേര് സന എന്നായിരിക്കണം. അപ്പോൾ നമ്മൾ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ആ കണ്ടീഷൻ എഴുതാൻ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്യൂരി എഴുതാൻ. നമുക്ക് എഴുതാം സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് കൊടുത്തു. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ കാര്യം ചെയ്യാൻ താഴേക്ക് കൊടുക്കാട്ടോ ഫ്രം. ഞാനിപ്പോൾ ഫ്രം നമ്മൾ എത്രയും മുറിച്ച് എഴുതിയാൽ നല്ലതാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും ക്യൂരി എന്താ എഴുതാമെന്ന്. എന്നിട്ട് നമുക്ക് കൊടുക്കാം വേർ. നമുക്ക് എന്താ വേണ്ടത്, ഏജ് എന്ന് വേണ്ടത് 18-നേക്കാൾ മുകളിലാവണം. ഏജ് എന്ന് വേണ്ടത് 18-നേക്കാൾ മുകളിലാവണം. എന്നാൽ അതേപോലെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതേപോലെ തന്നെ ആൻഡ് എന്ന് പറയുന്നത് ആ സെയിം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതുപോലെ തന്നെ എന്താണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, നെയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഈസ് ഈക്വൽ ടു മായ എന്നായിരിക്കണം. മായ എന്നായിരിക്കണം ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇത് 2 സാറ്റിസ്ഫൈ ചെയ്യേണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ടേബിൾ കാണാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം, എൻ്റർ അമർത്തി നോക്കാം. ഇവിടെ എന്തുകൊണ്ടാണ് വരാത്തത് നോക്കിയാൽ മനസ്സിലാവും. ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ 18 ആണ്, ബട്ട് ഈക്വൽ ടു 18 അല്ല. സോ നമുക്ക് എന്താണ് ആ കണ്ടീഷൻ ട്രൂ ആവാത്തതുകൊണ്ട് അവിടെ എന്താവുന്നില്ല, മായ നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ഏതേ സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, സനയെ ഇട്ട് നോക്കാം. ഓക്കെ, നമുക്ക് കൊടുക്കാം സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് കൊടുക്കാം. എന്നിട്ട് വേർ ഏജ്
ഈസ് ഗ്രേറ്റർ ദാൻ 18 ആൻഡ് ഞാൻ ആളെ മാറ്റി കൊടുക്കുകയാണ്. എന്താ വേണ്ടത്? നെയിം ഈസ് ഈക്വൽ ടു സന എന്നാക്കി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്തത്? എൻട്രമർത്തി സന കിട്ടി. കാരണം ഏജ് എന്ന് പറയുന്നത് ഈക്വൽ ടു ആകാത്തതുകൊണ്ടാണ് മറ്റത് കിട്ടാഞ്ഞത്. നമുക്ക് ഈക്വൽ ടു ആക്കി നമുക്ക് മായ കിട്ടുമായിരുന്നു. പക്ഷെ നമ്മൾ വേറെ ആളെ സെലക്ട് ചെയ്തു. നമുക്ക് സനിനെ കിട്ടാൻ വിചാരിച്ചു. സന എന്ന് പറയുന്നത് 18 വെജിനേക്കാൾ മുകളിലാണ്. അറ്റ് ദ സെയിം ടൈം സന എന്ന് പറയുന്നത് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടും ചെയ്തു സനനെ മാത്രമായിട്ട്. അതാണ് ഇവിടെ നമുക്ക് കിട്ടിയത് ഉത്തരം. അരിത്തമാറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമുക്കൊരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പ്ലസ്, മൈനസ്, ഡിവിഷൻ, സബ്ട്രാക്ഷൻ, ഇതൊക്കെയാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. അങ്ങനെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ആ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. നമുക്കിവിടെ ഏജ് കാണാൻ സാധിക്കുന്നുണ്ട്. അനു, കിരൺ, ഷാജൻ, ഷിനോ, മായ, ഇവർക്കൊക്കെ ഏജ് ഉണ്ട് ആണല്ലോ. 15, 17, 25, 30, 18, 20. സോ ഇതൊക്കെയാണ് അവരുടെ ഏജ്. എനിക്ക് ഏജ് എന്നുള്ള കോളം മാത്രം സെലക്ട് ചെയ്യണം. എന്നാൽ അവരുടെ ഏജ് ഇപ്പം ഉള്ള ഏജിനേക്കാൾ 1 ആഡ് ചെയ്യണം. അതാണ് കണ്ടീഷൻ. ഓക്കെ, നമുക്കത് ചെയ്യാം. എങ്ങനെയാണ്? ഇപ്പോൾ ഒന്നും വേണ്ട, ഏജ് +1 കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും ഏജ് ഒരു പ്ലസ് ഇൻക്രിമെന്റ് ആക്കാൻ പറ്റുമല്ലോ. നമുക്ക് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് നോക്കാം. ക്ലിയർ എഴുതുന്നു. അപ്പോൾ സെലക്ട്, നമുക്കിവിടെ ഒരു കോള വേണ്ടു. അപ്പൊ ഏജ് എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? +1. ഓക്കെ, ഏജ് +1 കൊടുത്തു. എന്നിട്ട് 1 കൊടുത്തില്ലല്ലോ. ഓക്കെ, 1 കൊടുത്തു. എന്നിട്ട് ഫ്രം എവിടെ നിന്നാണ്? സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ ടേബിൾ. സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ ടേബിൾ സ്റ്റുഡൻറ് ടേബിളിൽ നിന്ന് നമ്മൾ എടുത്തു. എന്നിട്ട് ഏജ് +1 ഇൻക്രിമെന്റ് ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? അത് കിട്ടണമെന്നാ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 15 16ആയി. അനുവിന്റെ കിരൺ എന്ന് പറയുന്നത് 17ആയി. അപ്പോൾ ആ 17 18ആയി. അങ്ങനെ നമുക്ക് കണ്ടില്ലേ, ഓരോ ഏജും ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്ക് പ്ലസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് വേണ്ടത് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ ഓപ്പറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പഠിച്ചു. എന്നിട്ട് നമുക്ക് ഇനി പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ്. ഓക്കെ, ഒരു എക്സിസ്റ്റിംഗ് ടേബിളിലുള്ള ഡാറ്റാസിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാ ചെയ്യാൻ നമുക്ക് നോക്കി നോക്കാം. എങ്ങനെയാ ചെയ്യാൻ നോക്കാം. അതാണ് നമ്മൾ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എൻ്റെ ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സൈഡിൽ. എനിക്ക് വേണ്ടത് ഈ കാണുന്ന രാജൻ എന്ന് പറഞ്ഞുള്ള വ്യക്തിയുണ്ട്. 3ാമത്തെ ഐഡിയിലുള്ള രാജൻ കാണാൻ സാധിക്കും. അപ്പോൾ ആ രാജനെ എനിക്ക് എന്ത് ചെയ്യണം? അയാളുടെ ഏജ് മാറ്റിയിട്ട് എനിക്ക് ഏജ് തെറ്റി അടിച്ചതെന്ന് വിചാരിക്കുക. അപ്പം എനിക്ക് ഒരു 25 മാറ്റിയിട്ട് അയാളുടെ ഏജ് ഒരു 20 ആക്കണം. ഓക്കെ, ഇനി എങ്ങനെയാണ് ചെയ്യുക? എക്സിസ്റ്റിംഗ് ടേബിളിലുള്ള ഡാറ്റനെ നമുക്ക് മോഡിഫൈ ചെയ്യണം. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അപ്ഡേറ്റ് എന്നിട്ട് കൊടുക്കുക. എന്നിട്ട് ടേബിളിന്റെ നെയിം കൊടുക്കുക. സ്റ്റുഡൻറ് എന്നിട്ട് നമ്മൾ കൊടുക്കുക എന്ത്? സെറ്റ്. എന്നിട്ട് എന്താണ് സെറ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഏജ് ആണ് മാറ്റം വരുന്നുണ്ട്. അപ്പം ഏജ് ഈസ് ഈക്വൽ ടു എന്ത്? 20 ആണ് കൊടുക്കേണ്ടത്. നമുക്ക് 20 എന്ന് പറഞ്ഞാൽ ഏജ് കൊടുത്തു. ഇനി ആർക്ക് നട കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്യും? വേർ കണ്ടീഷൻ പഠിക്കും. ഓക്കെ, വേർ ആർക്കാണ് വേണ്ടത്? നെയിം ഈസ് ഈക്വൽ ടു രാജൻ. ഓക്കെ, രാജൻ സെലക്ട് ചെയ്തു. നമുക്ക് രാജനെ മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് ഐ ഡി വെച്ച് സെലക്ട് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ നെയിം വെച്ച് സെലക്ട് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഐ ഡി വെച്ച് സെലക്ട് ചെയ്യാം. ഈസ് ഈക്വൽ ടു ഉണ്ട്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1 എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പം അപ്ഡേറ്റ് ആയി എന്നാണ് അർത്ഥം. നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കീവേഡ് റൺ ചെയ്യാം കാണാൻ വേണ്ടിയിട്ട്. സ്റ്റുഡൻറ്. ഓക്കെ, ഇത് കാണാൻ പറ്റും. എന്തായി? നമ്മുടെ രാജൻ എന്ന് പറഞ്ഞ 3ാമത്തെ ആളുണ്ട്. ജസ്റ്റ് 3ാമത്തെ ഐഡിയിലുള്ള ആളാണ് 20ആയി. ഇങ്ങനെയാണ് നമ്മൾ അപ്ഡേറ്റ് കീവേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യണം. ഇനി എങ്ങനെ ഒരു ടേബിളിലെ റോവിനെ ഡിലീറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ എനിക്കൊരു ടേബിൾ കാണാൻ സാധിക്കും. ടേബിളുകളുണ്ട്. സോ ഈ ടേബിളിൽ നിന്ന് ഒരു വ്യക്തിനെ എടുത്ത് കളയണം. ഓക്കെ, അപ്പോൾ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഡി ഉള്ള ആളെ 2 എന്നുള്ള ഐ ഡി ആരാണ്? കിരൺ എന്നുള്ള ആളെ എനിക്ക് കളയണം. 2 എന്നുള്ള ഐ ഡിയുള്ള ആളെ കളയണം. സോ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഡിലീറ്റ് കീവേഡ് യൂസ് ചെയ്യും. ഇപ്പോൾ ഡിലീറ്റ് കീവേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എന്താണ് അർത്ഥമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേബിളിനുള്ളിലുള്ള ഒരു റോവിനെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റോവിനെയോ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ നമുക്ക് ഡിലീറ്റ് കീവേഡ് യൂസ് ചെയ്യാം. ഇതാണ്. ഇനി നമുക്ക് എങ്ങനെയാ അത് സിൻടാക്സും എങ്ങനെ ചെയ്യാൻ നോക്കാം. ഡിലീറ്റ്
DELETE. ഡിലീറ്റ് എന്താ വേണ്ടത്? ഡിലീറ്റ് കൊടുത്തിട്ട് ഫ്രം എവിടുന്നാ വേണ്ടതെന്ന് കൊടുക്കണം. ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ്. ഓക്കെ, സ്റ്റുഡൻറ്റ് അങ്ങനെ കൊടുക്കുക. അപ്പോൾ സ്റ്റുഡൻറ്റ് പറഞ്ഞ ടേബിൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ആരെ റീറ്റ് ചെയ്യാന്ന് കൊടുക്കുക. വേർ ID ഈസ് ഈക്വൽ ടു 2. നമുക്ക് അങ്ങനെ ഇവിടെ ID ആണ് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയിം വെച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നോക്കാം. ഡിലീറ്റ് ആയി. സോ ഡിലീറ്റ് 1 കണ്ടു. നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വിളിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലിസ്റ്റിൽ 2 എന്നുള്ള ID ഇല്ല. ആണല്ലോ, കാണാനില്ല. നമുക്ക് 2 എന്നുള്ള ID കാണാനില്ല. സോ ആ 2 എന്നുള്ള ID നമുക്ക് ആ റോവിനെ ഒന്ന് എടുത്ത് കളഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ ഓർഡർ ബൈ എന്നുള്ള സിൻടാക്സ് അല്ലെങ്കിൽ കീവേഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഓർഡർ ബൈ എന്ന് പറയണത് നമുക്ക് ഒരു കോളത്തിനെ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും എന്ന രീതിയിൽ നമുക്ക് സോർട്ട് ചെയ്തിട്ട് കാണിക്കുന്നതിനെയാണ് ഇറ്റ്സ് ലൈക്ക് നമ്മൾ ആ ഒരു ചെയ്യുന്നൊരു വിധത്തിനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു ഓർഡർ ബൈ യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെ ഞാൻ ഏജ് സെലക്ട് ചെയ്യാണ്. ഏജ് എന്ന കോളം സെലക്ട് ചെയ്തിട്ട് അതിന് ഞാൻ അസെൻഡിങ്ങിൽ നമ്മൾ ആക്കാൻ പോവുകയാണ്. ഇറ്റ്സ് ലൈക്ക് ലോവർ ടു ഹയർ എന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് വരിക നോക്കാം. ഓക്കെ, അപ്പോൾ സെലക്ട് ഏജ്. അത് നിങ്ങൾക്ക് സ്റ്റാർ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ നമുക്ക് നെയിമും ഏജ് എല്ലാം കാണണം. ബട്ട് സോർട്ട് ചെയ്യേണ്ടത് മാത്രം ഏജിന്റെ രൂപത്തിലാണ്. ജസ്റ്റ് ലൈക്ക് ഏജിനെ മാത്രം സോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം കാണിക്കുമ്പോൾ എല്ലാം കാണണം. അപ്പോൾ നമുക്ക് സെലക്ട് സ്റ്റാർ എന്ന് കൊടുക്കാം. ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഓർഡർ ബൈ എന്ന് ഒരു കീവേഡ് വിളിച്ചിട്ട് പറയാം ഏജ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, നമ്മൾ വെറുതെ ഏജ് കൊടുത്ത് നമ്മൾ ഓട്ടോമാറ്റിക് അസെൻഡിങ് എന്ന രീതിയിൽ കൺസിഡറേഷൻ ചെയ്യുക. ഓർഡർ ബൈ എന്ന് പറഞ്ഞാൽ ഒരു കോളം വിളിച്ചാൽ അത് അസെൻഡിങ് ഓർഡർ ആയിട്ടാണ് കൺസിഡറേഷൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ അസെൻഡിങ് എന്ന് പറഞ്ഞാൽ കൊടുക്കാം ASCS എന്ന് കൊടുത്ത് നമുക്ക് അസെൻഡിങ് ആയിട്ട് വരും. ബട്ട് ASC ഓക്കെ, ASC ആണ്, ASCS ഇല്ല. ASC എന്ന് കൊടുത്താൽ അസെൻഡിങ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. കാണാൻ പറ്റും, കണ്ടില്ലേ? സ്മോളിൽ നിന്ന് ലാർജറിലേക്ക് ഒന്നാണ്ടാവും. ഫസ്റ്റ് അനു, പിന്നെ മായ 15, 18, 20, 20, 30. അതൊരു ആ ഓർഡറിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് അസെൻഡിങ് ഓർഡറിൽ. ഇനി നമുക്ക് ഡിസെൻഡിങ്ങിന് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ സെലക്ട് സ്റ്റാഫ് ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ഓർഡർ ബൈ ഏജ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസെൻഡിങ് ആക്കാം. ഇപ്പോൾ DESC എന്നാണ് വരിക കേട്ടോ. SC കൊടുക്കുക. നമുക്ക് ഡിസെൻഡിങ്ങിലുള്ള ഒരു ഷോർട്ട് ഫോം വിളിച്ചിട്ടുണ്ട്. സോ ഇതാണ് എനിക്ക് എൻ്റർ അമർത്തുന്നത് കണ്ടു. ഡിസെൻഡിങ് ഓർഡറിൽ പിന്നെ നേരെ ഓപ്പോസിറ്റ് ആയി വന്നു. ആദ്യം ലാർജറിൽ നിന്ന് ചെറുതിൽ സ്മോളിലേക്ക് വന്നു. അപ്പോൾ 30, 20, 20, 18, 15 നമ്മൾ ഈ ലെവലിൽ നമുക്ക് കിട്ടി ടേബിൾ. ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ ബൈ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇത്ര നേരം പഠിച്ചത് എങ്ങനെയാണ് ഒറ്റ ടേബിളിലെ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇങ്ങനെയൊക്കെ ഫിൽട്ടർ ചെയ്യുക, സെലക്ട് ചെയ്ത് നമ്മൾ കാണുക, അതുപോലെ തന്നെ നമുക്ക് റോസ് അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ടേബിളാണ് പഠിച്ചത്. ഇനി എങ്ങനെയാണ് മൾട്ടിപ്പിൾ ടേബിൾസ് വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതുപോലെ എങ്ങനെയാണ് ഫോറിൻ കീ ക്രിയേറ്റ് ചെയ്യാം. ഫോറിൻ കീ എന്ന് പറയുമ്പോൾ എങ്ങനെ 2 ടേബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ ഫിൽട്ടർ ചെയ്യാം. ഇതാണ് ചെയ്യാൻ പോണത് അടുത്ത സെഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അടുത്ത പാർട്ടിലേക്ക് കടക്കാൻ കുറച്ചുകൂടി അഡ്വാൻസ് എന്നല്ല, ഒരു കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് പോകാൻ. ഓക്കെ, നമുക്ക് എന്തായാലും കടക്കാം അതിലേക്ക്. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് ഫോറിൻ കീ എന്നുള്ളത് നോക്കാം. സോ ഫോറിൻ കീ എന്ന് പറയുന്നത് ഒരു ലിങ്ക് ആണ് ബിറ്റ്വീൻ 2 ടേബിൾസ്. അപ്പോൾ ഈ ലിങ്ക് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളുടെ മെയിൻ ടേബിളിലുള്ള ഒരു കോളത്തിനെ മറ്റൊരു ടേബിളിന്റെ പ്രൈമറി കീയുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യും അല്ലെങ്കിൽ റെഫറൻസ് ചെയ്യും. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫോറിൻ കീ എന്ന് പറയുന്നത്. നമുക്കത് ചെയ്ത് നോക്കാം. നമുക്കിനി നമ്മൾ പണ്ട് ചെയ്ത ടേബിൾ നമുക്ക് തുടങ്ങാം. സോ നമുക്ക് ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ട്. ഇനി നമുക്ക് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റുഡൻറ്റിന്റെ ഡിപ്പാർട്ട്മെന്റ് IDs അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്ന ഒരു ടേബിൾ വേണം. അതായത് നമുക്ക് അതിൽ നിന്ന് കണക്ട് ചെയ്യണം. എന്ത്, ഫോറിൻ കീ കണക്ട് ചെയ്യണം. സോ നമുക്ക് ഇവിടെ ആദ്യം ചെയ്യാനുള്ളത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിയേറ്റ് ടേബിൾ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ID കൊടുക്കണം. സോ ഡിപ്പാർട്ട്മെന്റ് ID എന്നാണ് കൊടുത്തു. സോ ഡിപ്പാർട്ട്മെന്റ് ID കൊടുത്തു. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡാറ്റ ടൈപ്പ് കൊടുക്കാം. അതിനൊപ്പം തന്നെ കൺസ്ട്രെയിൻ കൊടുക്കാം. PRIMARY പ്രൈമറി കീ.
ഓക്കെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നെയിം കൊടുക്കാം, ഡിപ്പാർട്ട്മെന്റ് നെയിം. ഇപ്പൊ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് നെയിം കൊടുക്കാം. അടുത്ത കോളം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ DPT നടിക്കാം ഡിപ്പാർട്ട്മെന്റിന്റെ നെയിം. ഡിപ്പാർട്ട്മെന്റ് നെയിം കൊടുത്തു. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഒരു ഇത് വേണ്ട, ഒരു പ്രൊഫഷണൽ കട്ടെ. ഡിപ്പാർട്ട്മെന്റ് ഞാൻ എടുക്കട്ടെ. ഡിപ്പാർട്ട്മെന്റ് നെയിം കൊടുത്തു. എന്നിട്ട് വാർ കെയർ ചെയ്തിട്ട് ഒരു 50 കൊടുക്കാം. നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? കൺസ്ട്രെയിൻ നോട്ട് നൾ കൺസ്ട്രെയിൻ കൊടുക്കാം. അപ്പോൾ നോട്ട് നല്ല കൺസ്ട്രെയിൻ കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് നമ്മുടെ ടേബിളിന്റെ സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ആ ടേബിൾ നിന്ന് സേവ് ചെയ്യാം. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ടേബിൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം. നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഇങ്ങനെയാണത്. സെലക്ട് സ്റ്റാർ ഫ്രം ഏതാ ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഐഡിയും ഡിപ്പാർട്ട്മെന്റ് നെയിം കൊടുക്കാനുള്ള കോളംസ് കാണുന്നുണ്ട്. ഓക്കെ. നമുക്ക് ഇനി കൊടുക്കേണ്ടത് ഒരു ഫോറിൻ കീ കണക്ട് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? വേറൊരു കോളം കൊടുക്കണം. ഓക്കെ. ഏതിന്? സ്റ്റുഡന്റ് ടേബിളിൽ. സ്റ്റുഡന്റ് ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ID ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്. ബട്ട് ഡിപ്പാർട്ട്മെന്റ് ID ഇല്ല. കാരണം ഈ ഒരു പ്രൈമറി കീ കണക്ട് ചെയ്യാനുള്ള ഒരു ഫീൽഡ് വേണമായിരുന്നു ഈ ഒരു കോളത്തിന്. അല്ലെങ്കിൽ ഈ ഒരു ടേബിളിൽ വേറൊരു കോളം വേണം. അപ്പൊ നമുക്ക് എക്സ്ട്രാ കോളം കൂടെ കൊടുത്തിട്ട് ഈ ഒരു ടേബിളിൽ നിന്ന് ഇവിടുത്തെ ടേബിളിലെ പ്രൈമറി കീയുമായിട്ട് നമുക്ക് റെഫറൻസ് ചെയ്യാം, അല്ലെങ്കിൽ കണക്ഷൻ കൊടുക്കാം. സോ നമുക്കത് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല, ഒരു കീവേഡ് ഉണ്ട് അൾട്ടർ ടേബിൾ, അല്ലെങ്കിൽ അൾട്ടർ എന്നുള്ള കീവേഡ് ഉണ്ട്. അൾട്ടർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത് ബേസിക്കലി നമ്മുടെ എക്സിസ്റ്റിംഗ് ടേബിളിൽ പുതിയതായിട്ടുള്ള ടേബിൾ മാനിപ്പുലേഷൻ നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ചേഞ്ചസ് വരുത്താൻ. ഇപ്പൊ കോളം ആഡ് ചെയ്യുക, കോൺസ്ട്രെയിൻ ചേഞ്ച് ചെയ്യുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ അൾട്ടർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ എന്തായാലും യൂസ് ചെയ്യാം അൾട്ടർ ടേബിൾ. എന്നിട്ട് കൊടുക്കാം എന്ത്? ടേബിൾ നെയിം എന്താണ്? സ്റ്റുഡന്റിന്റെ ടേബിൾ നെയിം കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ വരിക ആഡ് കോളം. ആഡ് കോളം എന്നുള്ളൊരു കീവേഡ് കൊടുത്തിട്ട് പറയാണ് എന്ത് കോളത്തിന്റെ പേര് വേണ്ടത്? ഡിപ്പാർട്ട്മെന്റ് ID. ഡിപ്പാർട്ട്മെന്റ് ID എന്നുള്ള കോളം കൊടുത്തു, പേര് കൊടുത്തു. നമുക്ക് അതിന് ടൈപ്പ് കൊടുക്കണം. ആ കോളം വെറുതെ കൊടുത്താൽ പോരാ, ആ കോളത്തിന് ടൈപ്പ് കൊടുക്കണം. നമുക്ക് ഇവിടെ ഇന്റ് കൊടുക്കാം. ഓക്കെ. ഇപ്പൊ ഇൻറ്റിജർ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാണ്ടോ? വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഇത്ര മാത്രം മതി. ഓക്കെ. നമുക്ക് എൻ്റർ അമർത്താം. അപ്പൊ അവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ആവും. ഇതിന്റെ ആ ടേബിളിൽ കോളം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ടേബിൾ അല്ല, കോളം ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം കോളം വന്നിട്ടുണ്ടോ എന്ന്. സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ്. ഓക്കെ. ഡിപ്പാർട്ട്മെന്റ് ID എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളം വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റ് ID എന്ന് പറഞ്ഞ കോളത്തിനുള്ളിൽ നമുക്ക് റെഫറൻസ് ചെയ്യണം മറ്റേ ടേബിളിന്റെ പ്രൈമറി കീയുമായിട്ട്. എന്നുവെച്ചാൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ടേബിളിന്റെ പ്രൈമറി കീയുമായിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് അൾട്ടർ ടേബിൾ തന്നെയാണ്. അൾട്ടർ ടേബിൾ കൊടുത്തിട്ട് ഏതാണ്? സ്റ്റുഡന്റ് ടേബിൾ വിളിച്ചിട്ട് ആ ടേബിളിലത്തെ ഒരു കണക്ഷൻ കൊടുക്കാനല്ലേ. അപ്പൊ ആഡ് എന്നാണ് കൊടുക്കുക. എന്നിട്ട് കൺസ്ട്രെയിൻറ്റ് കൺസ്ട്രെയിൻറ്റ് ഒരു ഫോറിൻ കീക്ക് F കീ എന്ന് കൊടുക്കാം. നമ്മൾ കൺസ്ട്രെയിൻ നമ്മളിപ്പം പറയില്ല റൂൾ കൊടുക്കുകയാണ്. നമ്മൾ ഇതൊരു റൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു റിലേഷൻഷിപ്പ് റൂളാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ കൺസ്ട്രെയിൻറ്റ് പറഞ്ഞൊരു കീ വിളിക്കുന്നത്. ഇനി അടുത്തത് ആഡ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അടുത്തത് ഫോറിൻ കീ REIGN. ഓക്കെ. ഫോറിൻ കീ എന്ന് കൊടുത്തിട്ട് ഫോറിൻ കീ ഏതാണ് നമുക്ക് കൊടുക്കേണ്ട പേരെന്താണ്? ആ കോളത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ID. ഓക്കെ. ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ സ്റ്റുഡന്റ് ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് ID ഞാനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ID കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പെല്ലിംഗ് വെച്ച് നോക്കണം. DPART. ഓക്കെ. ഡിപ്പാർട്ട്മെന്റ് ID കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റെഫറൻസസ്. നമ്മൾ റെഫറൻസ് ചെയ്യുന്നത് ആരെയാണ്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് ID തന്നെയാണ്. അപ്പോൾ അവിടെ കൊടുക്കുക REFERENC റെഫറൻസ്. സ്പെല്ലിംഗ് തെറ്റരുത്. തെറ്റിയിട്ട് നമുക്ക് ഇവിടെ എറർ കിട്ടും. എന്തൊക്കെ തെറ്റുണ്ടാവുമെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് IDക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ
ഡിപ്പാർട്ട്മെന്റ് ID കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇതെല്ലാം സ്പെല്ലിംഗ് തെറ്റിയെടുത്ത് സ്പെല്ലിംഗ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എല്ലാം തെറ്റില്ലാണ്ട് നോക്കിയാൽ ഇരിക്കാന്ന് വിചാരിച്ചിട്ട് നമുക്ക് എൻ്റർ അമർത്താം. ഓക്കെ, പാൾട്ടർ ടേബിൾ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് റിലേഷൻ ശരിയായിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കാണണം. നമുക്ക് മനസ്സിലായി എങ്ങനെ കാണണ്ടേ ഇത് എങ്ങനെയുള്ളതെന്ന്. ഇപ്പോൾ ഒരു /D എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ടേബിൾ നെയിം അടിക്കാം, സ്റ്റുഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഫോറിൻ കീ കൺസ്ട്രെയിൻസ് എന്ന് കണ്ടിട്ട് F എന്ന് പറയുന്നത് എന്താ, ഫോറിൻ കീയുടെ പേരാണ്, ആ കൺസ്ട്രെയിൻ്റെ പേരാണ്. ഫോറിൻ കീ കണക്ട് ചെയ്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ID ആയിട്ട്. അത് റെഫറൻസ് ചെയ്തേക്കുന്നത് എവിടെയാണ്, ഡിപ്പാർട്ട്മെന്റ്സ് ടേബിളിലുള്ള ഡിപ്പാർട്ട്മെന്റ് ID അല്ലെങ്കിൽ അവിടുത്തെ പ്രൈമറി കീയുമായാണ് റെഫറൻസ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഇവിടെ അത് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഫോറിൻ കീ കണക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ പഴയ ടേബിൾ സ്റ്റുഡൻറ് ടേബിളിൽ ഡിപ്പാർട്ട്മെന്റ് ID കണക്ട് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർക്ക്. അപ്പൊ അവിടെ ഈ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടേബിളിലുള്ള IT ബയോ മാത്സ് എന്നുള്ള ഇവർക്കൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളവർക്കൊക്കെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ID കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് ടേബിൾ ജോയിൻ ചെയ്യിപ്പിച്ച് നമുക്ക് റിസൾട്ട് വരുത്താൻ പറ്റും. അതിനൊക്കെ മുമ്പ് ഈ കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഇനി അഥവാ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ID ഇല്ലാത്തൊരു വിഷയം ഒരു വിഷയം നമ്മൾ വിചാരിക്കാം. അപ്പൊ നമ്മൾ മിസ്റ്റേക്കുകളിൽ നമ്മൾ ID അടിക്കുമ്പോൾ തെറ്റി അടിച്ചിട്ട് നമ്മൾ സ്റ്റുഡൻറ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കിയെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്താ കാണുക, എന്താണ് പ്രശ്നം വരിക നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇൻസേർട്ട് ഇൻടു എന്നിട്ട് പറയാണ് സ്റ്റുഡൻറ്. ഓക്കെ, സ്റ്റുഡൻറ് ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ് വാല്യൂസ്. ഓക്കെ, വാല്യൂസ് കൊടുക്കുകയാണ്. സോ അവിടെ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്ന വാല്യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ 6 പേരുണ്ട്. പിന്നെ 7ാമത്തെ ആൾ കൊടുക്കാം 7 ആൻഡ് നെയിം എന്ന് പറയുന്നത് ഒരു വാസു എന്ന് കൊടുക്കാം, വാസു. ഓക്കെ, നെക്സ്റ്റ് ഈസ് നമുക്ക് കൊടുക്കേണ്ട എന്താ വെച്ചാൽ ഏജ് ആണ്, ഏജ് ഒരു 24 കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡിപ്പാർട്ട്മെന്റ് ID. സോ ഡിപ്പാർട്ട്മെന്റ് അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ് ID ഇല്ലാത്ത ഒരാൾ കൊടുക്കാം. ഇപ്പോൾ 4 കൊടുക്കാം. നമുക്ക് 4 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത് നോക്കാം. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ID എന്ന് പറയുന്ന സംഭവം നമുക്ക് അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റേ ഇല്ല. അപ്പൊ പക്ഷെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ID കൊടുക്കുകയാണ്, നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്റ്റുഡന്റ് ടേബിളിന്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ പോവാണ്. നമുക്ക് എന്താ ഉണ്ടാവുക നോക്കാം. അപ്പൊ കണ്ടോ ഒരു എറർ വന്നാണ്ടോ, ഇൻസേർട്ട് അപ്ഡേറ്റ് ആവേണ്ട ടേബിൾ സ്റ്റുഡന്റ് ടേബിൾ വയലേറ്റ്സ്. എന്താണ്, ഫോറിൻ കീ വയലേറ്റ് ചെയ്തു കൺസ്ട്രെയിൻ F കീ. സോ എന്താ കൺസ്ട്രെയിൻ ചെയ്തത് വെച്ചാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ID = 4 is not present in ഡിപ്പാർട്ട്മെന്റ് ടേബിൾ. ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ ആ ഒരു I4 എന്ന് പറഞ്ഞ ID ഇല്ല. സോ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇൻവാലിഡ് ആയിട്ടുള്ള കാര്യം, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം. ഇങ്ങനെ നമ്മൾ റൂൾ സെറ്റ് ചെയ്യും. ഇതാണ് നമുക്ക് ആദ്യം ഞാൻ ഫോറിൻ കീ ഉപയോഗിക്കുമ്പോൾ പറഞ്ഞുതരാൻ ഉദ്ദേശിച്ച കാര്യം. നിങ്ങൾക്ക് മനസ്സിലായി പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് നമുക്കിനി പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജോയിൻസ് ആണ്. സോ ജോയിൻ പഠിക്കാണ്ട് മുമ്പേ എന്തിനാണ് ജോയിൻ പഠിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യനിലൂടെ പറഞ്ഞുതരാം. എൻ്റെ ആവശ്യകത എനിക്ക് സ്റ്റുഡൻറ് ടേബിളിലുള്ള നെയിമിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്റ്റുഡൻറ് ടേബിളിലുള്ള നെയിംസിനെയും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് നെയിമിലുള്ള നെയിംസിനെയും മാത്രം കാണിക്കണം. എന്നാൽ ടേബിളായിട്ട് വേണം കാണിക്കാൻ, ബാക്കി ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ നമ്മൾ ഒരു ടേബിൾ ഉള്ളപ്പോൾ മാത്രം നമ്മൾ കാണിച്ചിരുന്നു. ജസ്റ്റ് ലൈക്ക് ഫിൽട്ടർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ടേബിൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും, ഫ്രം ടേബിൾ എന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റും. ശരിയാണ്. എങ്ങനെയാണ് ഡിഫറെന്റ് ടേബിൾ വരുമ്പോൾ അതിനെങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾ അതിനെ വിളിക്കുന്നത്, ടേബിൾ പോലെ ഷോ ചെയ്യുന്നത് എങ്ങനെയാണ്? അവിടെയാണ് നമ്മൾ ജോയിൻസ് പഠിക്കേണ്ട ആവശ്യകത വരുന്നത്. സോ നമ്മൾ ഇവിടെ ആദ്യം ഉപയോഗിക്കാൻ പോണത് ഇന്നർ ജോയിൻ ആണ്. അതുപോലെ ജോയിൻസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ടേബിൾ നമ്മൾ കണക്ട് ചെയ്യിപ്പിച്ച് നമുക്ക് ഓപ്പറേഷൻ ചെയ്യിപ്പിക്കാനാണ്, ജസ്റ്റ് ലൈക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇന്നർ ജോയിൻ ഉപയോഗിക്കുന്നത് നമുക്ക് 2 ടേബിളിലും ഉള്ള കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണോ ആ കോമൺ എലമെന്റ്സിനെ മാത്രം നമുക്ക് ഷോ ചെയ്തിട്ട് കാണിച്ചു തന്നിട്ട് നമുക്ക് അതിന് ആവശ്യമുള്ള എന്താണോ കാണേണ്ടത് അത് മാത്രം കാണിച്ചു തരും. ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഐഡിയും 2 ടേബിളും കോമൺ ആയി നിൽക്കുന്ന 2 സാധനങ്ങൾ എന്തൊക്കെയാ, ഡിപ്പാർട്ട്മെന്റ് ഐഡിയും ഡിപ്പാർട്ട്മെന്റ് ഐഡിയും എന്ന് വെച്ചാൽ സ്റ്റുഡന്റ് ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് ഐഡിയും ഡിപ്പാർട്ട്മെന്റ് ടേബിളിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഐഡിയും ഇത് രണ്ടും സെയിം, അവിടെ ഇവിടെയും സിമിലർ ആണ്. സോ ഈ ഡിപ്പാർട്ട്മെന്റ് ടേബിളിലുള്ള ഡിപ്പാർട്ട്മെന്റ് ID ഉണ്ടല്ലോ 1, 2, 3, ഈ 1, 2, 3 എവിടേക്കാണ് നമ്മുടെ സ്റ്റുഡന്റ് ടേബിൾ ഡിപ്പാർട്ട്മെന്റ് ID വരുന്നതെന്ന് നോക്കും. എന്നിട്ട് ഈ സിമിലർ ആവുന്ന കാര്യങ്ങൾ, ജസ്റ്റ് സിമിലർ ആവുന്ന നമ്പേഴ്സ് കൂട്ടിച്ചേർത്തിട്ട്
ആ ഒരു റോ മൊത്തം കംപ്ലീറ്റ്ലി സെലക്ട് ചെയ്യുകയും എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് ഇപ്പൊ ആദ്യം നെയിമും ഡിപ്പാർട്ട്മെന്റ് നെയിം ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് നെയിം മാച്ച് ആയിട്ട് നമുക്ക് റോ ആയിട്ട് കാണിച്ചു തരും. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ജോയിൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായില്ലെന്ന് അറിയാം, നമുക്ക് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമുക്കങ്ങനെ ക്യൂറി എഴുതാം. എങ്ങനെയാണ് ജോയിൻ വെച്ച് ക്യൂറി എഴുതാൻ നോക്കാം. എന്നിട്ട് ഞാൻ വെൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞുതരാം അത് എന്താ ചെയ്തിട്ടുള്ളത്. സോ സെലക്ട് ഓക്കെ സെലക്ട് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻറ് ടേബിളിലുള്ള നെയിമിനെ വിളിക്കുകയാണ്. അപ്പൊ എസ് ഡോട്ട് നെയിം, അതുപോലെ തന്നെ അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ടേബിളിലുള്ള ഡിപ്പാർട്ട്മെന്റ് നെയിമിനെ വിളിക്കുകയാണ്. അപ്പോൾ ഡി ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് നെയിം, ഓക്കെ ഹാഷ് അണ്ടർസ്കോർ ഇല്ല, ഡിപ്പാർട്ട്മെന്റ് നെയിം വിളിച്ചു. ഓക്കെ, എന്നിട്ട് ഫ്രം നമ്മൾ പണ്ട് വിളിക്കാറുള്ള സ്റ്റുഡൻറ് ടേബിൾ അല്ലേ, ഇപ്പൊ സ്റ്റുഡൻറ് ടേബിൾ വിളിച്ചു. എന്നിട്ട് നമ്മൾ എസ് കൊടുക്കുകയാണ്. സോ ഈ എന്തുകൊണ്ടാണ് ഈ എസ് എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ മുകളിൽ നമ്മൾ എസ് ഡോട്ട് നെയിം വിളിച്ചില്ലേ, സോ അതിനെ ഒബ്ജക്റ്റ് ജസ്റ്റ് ലൈക്ക് റെഫറൻസ് ചെയ്യാൻ നമ്മൾ അങ്ങനെ കൊടുക്കണത്. ഓക്കെ, ഞാൻ പറയാം. ഇനി ജോയിൻ കൊടുക്കുകയാണ്. സോ ഈ ജോയിൻ എഴുതുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇന്നർ ജോയിൻ അർത്ഥം വരുന്നത്. വെറും ജോയിൻ എഴുതി കഴിഞ്ഞാൽ അത് ഇന്നർ ജോയിൻ ആയിട്ടാണ് കൺസിഡറേഷൻ ചെയ്യുക ഡിഫോൾട്ട് ആയിട്ട്. സോ നിങ്ങൾക്ക് ഇന്നർ ജോയിൻ വിളിക്കണമെങ്കിൽ ഇന്നറിന് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വെറും ജോയിൻ എന്ന് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നർ ജോയിൻ കൊടുത്തിട്ട് വിളിക്കുകയാണ് എന്ത്, ഇനി ഡിപ്പാർട്ട്മെന്റ് ടേബിളിനെ. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ടേബിളിനെയാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് നെയിം, വെറും ഡിപ്പാർട്ട്മെന്റ്, എന്നിട്ട് ഡോട്ടിന് നമ്മൾ നേരത്തെ ഡോട്ടിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഡി ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് നെയിം ആണ്. അപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അവിടെ ഡി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കൊരു പണിയുണ്ട്. ഓൺ എന്ന് ഒരു കീവേഡ് വിളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഓൺ എന്തുമായി കണക്ട് ചെയ്യണം, അത് കൊടുക്കണം. അപ്പൊ നമ്മൾ എസ് ഡോട്ട് രണ്ട് ടേബിൾ തമ്മിൽ കോമൺ ആയിട്ടുള്ള രണ്ട് കോളം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഡിപ്പാർട്ട്മെന്റ് ഐഡിയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് ഐഡിയും സ്റ്റുഡന്റ് ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ ഈ ഓണിന്റെ ഉള്ളിൽ കൊടുക്കേണ്ടത് ആ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഐഡിനെയാണ് റെഫറൻസ് ചെയ്യേണ്ടത്. അപ്പോൾ എസ് ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി, അതുപോലെ തന്നെ ഈസ് ഈക്വൽ ടു, അത് ഈക്വൽ ടു ചെക്ക് ചെയ്യുക. അപ്പോൾ ഈക്വൽ ടു എന്താ ചെക്ക്, അടുത്ത് എന്താണ്, ഡി ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി. ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇപ്പോൾ എസ് ഡോട്ടും ഡി ഡോട്ടും കൊടുത്തു, നമ്മൾ എസ് ഡോട്ട് നെയിം എസ് ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് നെയിം കൊടുത്തു. അതിനെ റെഫറൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒബ്ജക്റ്റിന് ജസ്റ്റ് ലൈക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ, ഒബ്ജക്റ്റ് അല്ല ജസ്റ്റ് ലൈക്ക് റെഫറൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പൈത്തണിലെ ഒബ്ജക്റ്റ് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ആ ഒരു മൂവ്മെന്റിൽ വന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ് അല്ല, ഒരു ജസ്റ്റ് ലൈക്ക് ഒരു റെഫറൻസ് കൊടുക്കുകയാണ്. എസ് സ്റ്റുഡന്റ് പറഞ്ഞ എസും ഡിപ്പാർട്ട്മെന്റ് ഡിയും, കാരണം അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡന്റ് ഡോട്ട് നെയിം സ്റ്റുഡന്റ് ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് നെയിം വിളിക്കണം, അതിന് പകരമാണ് ഈ എസ് കൊടുക്കുന്നത് ഇവിടെ. ഓക്കെ, ഇപ്പൊ നമുക്ക് കണ്ടോ നെയിം ഡിപ്പാർട്ട്മെന്റ് നെയിം മാത്രം കിട്ടിയതുണ്ടോ. അപ്പോൾ നമുക്ക് രണ്ട് ഡിഫറെന്റ് ടേബിളിലുള്ള നെയിമുകൾ നമുക്ക് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് ഉപയോഗിച്ച് നമുക്ക് ജോയിൻ ചെയ്തിട്ട് വിളിച്ചു കണ്ടില്ലേ, ഇതാണ് അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ലെഫ്റ്റ് ജോയിൻ ആണ് പറയാൻ പോകുന്നത്. ഇപ്പൊ ലെഫ്റ്റ് ജോയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പറയാണ്, എനിക്ക് ലെഫ്റ്റ് ടേബിളിലുള്ള എല്ലാ കണ്ടന്റ്സും അല്ലെങ്കിൽ സ്റ്റുഡന്റ് ടേബിളിലുള്ള എല്ലാ കണ്ടന്റ്സും കിട്ടണം, എന്നാൽ ഡിപ്പാർട്ട്മെന്റ് ടേബിളിലെ കണക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കിട്ടാൻ പാടുള്ളൂ. ഞാൻ ഇതിന്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഉദ്ദേശിക്കണമെന്ന്. ഇപ്പോൾ സ്റ്റുഡന്റ് ടേബിളും ഡിപ്പാർട്ട്മെന്റ് ടേബിളിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഒക്കെ കിട്ടണം. അതുപോലെ തന്നെ സ്റ്റുഡന്റ് ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടേബിളിലുള്ള എല്ലാ കണ്ടന്റ്സും കിട്ടും വേണം. ഇതാണ് ഉദ്ദേശം. ഇപ്പോൾ അതാണ് ലെഫ്റ്റ് ജോയിൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ലെഫ്റ്റ് ജോയിൻ എന്താണ് റൈറ്റ് ജോയിൻ എന്താണെന്നുള്ളത് ക്യൂറി വെച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫ്രമിൽ എന്താണോ കൊടുക്കുന്നത് നിങ്ങൾ അത് ക്യൂറി എഴുതും, സെലക്ട് ചെയ്യും, പിന്നെ ഫ്രം എന്നാണ് സെലക്ട് ചെയ്യുമല്ലോ. ഫ്രം എന്ന് പറയുന്നത് ബേസിക്കലി ലെഫ്റ്റ് ടേബിളും അതിനുശേഷം ജോയിൻ ചെയ്യുന്ന വെച്ചാൽ ലെഫ്റ്റ് ജോയിനോ റൈറ്റ് ജോയിനോ ഇന്നർ ജോയിനോ നിങ്ങൾ എന്താണോ ജോയിൻ എഴുതണത് അവിടെ കൊടുക്കുന്ന ടേബിളാണ് റൈറ്റ് ജോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് ജോയിനും റൈറ്റ് ജോയിനും നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നമുക്കിനി ലെഫ്റ്റ് ജോയിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടേബിളിലുള്ള എല്ലാ എലമെന്റ്സിനെയും കിട്ടണം, ബട്ട് കോമൺ എലമെന്റ്സിനെയും കിട്ടണം. ഇത് രണ്ട് ടേബിളിലും കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് ടേബിളിലുള്ള കോമൺ എലമെന്റ്സും ലെഫ്റ്റ് ടേബിളിലുള്ള എല്ലാ എലമെന്റ്സും കിട്ടണം. അതാണ് ചെയ്യേണ്ടത്. എനിക്ക് നെയിമും ഡിപ്പാർട്ട്മെന്റ് നെയിം തന്നെയാണ് ഇവിടെ എടുക്കുന്നത്, കോളം സെലക്ട് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. സെലക്ട് എസ് ഡോട്ട് നെയിം, അതുപോലെ തന്നെ സ്റ്റുഡന്റ് ടേബിളിലുള്ള നെയിമും, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ടേബിളിലുള്ള ഡിപ്പാർട്ട്മെന്റ് നെയിമും, ഡിപ്പാർട്ട്മെന്റ്
നെയിമും സെലക്ട് ചെയ്തു. ഫ്രം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻറ് ടേബിൾ. ഇപ്പോൾ ലെഫ്റ്റ് ടേബിൾ സെലക്ട് ചെയ്യാണ്, സ്റ്റുഡൻറ് ടേബിൾ. ഇപ്പോൾ സ്റ്റുഡൻറ് ടേബിളിന് എസ് കൊടുക്കുക റെഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ലെഫ്റ്റ് ജോയിൻ എഴുതുക. ഓക്കെ, ലെഫ്റ്റ് ജോയിൻ എഴുതുക. എന്നിട്ട് ഇവിടെ എന്താ എഴുതേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുക, എസ് കൊടുക്കുക, ഡി കൊടുക്കുക, മൈ ബാഡ്, ഡി കൊടുക്കുക. ആൻഡ് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഓൺ എന്ന് പറഞ്ഞ കീവേഡ് വിളിച്ചിട്ട് എസ് ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഈസ് ഈക്വൽ ടു ഡി ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്യൂറി അവസാനിപ്പിക്കുക. നമുക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് ഭാഗത്തുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ ഐറ്റംസും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള എലമെന്റ്സും നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടും. റൈറ്റ് ടേബിളിലുള്ള അൺകോമൺ ആയ എലമെന്റ്സിനെയും പിന്നെ റൈറ്റ് ടേബിളിലുള്ള എലമെന്റ്സും കളയും. കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാവും, പക്ഷെ അൺകോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ പോകും. അതാണ് ഇവിടെ ചെയ്യണത്. നമുക്ക് ഈ അടുത്ത് റൈറ്റ് ജോയിനെ കുറിച്ച് പരിചയപ്പെടാം. ലെഫ്റ്റ് ജോയിനാണ് ഉപയോഗിച്ചത്, അതുപോലെ തന്നെ റൈറ്റ് ജോയിൻ ഉപയോഗിക്കുന്നത്. റൈറ്റ് ജോയിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. റൈറ്റ് ടേബിളിലുള്ള റൈറ്റ് ഭാഗത്തുള്ള എല്ലാ ഐറ്റംസിനെയും സെലക്ട് ചെയ്യുകയും വേണം. കോമൺ ആയിട്ടുള്ള രണ്ട് ടേബിൾ കൺസിഡർ ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് കിട്ടണം. ബട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ലെഫ്റ്റ് ടേബിളിലുള്ള അൺകോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ കളയണം. സോ ബേസ് ഇതാണ് റൈറ്റ് ജോയിൻ എന്ന് പറയണത്. ഞാൻ ഇവിടെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ക്യൂറി ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് എഴുതുക. സിൻടാക്സ് നമുക്ക് നോക്കാം. സെലക്ട് എസ് ഡോട്ട് നെയിം ആൻഡ് ഡി ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് നെയിം. നെയിം ഓക്കെ അബൌട്ട് ആൻഡ് വി കോൾ ഫ്രം നിന്ന് നമുക്ക് എന്ത് വിളിക്കണം, സ്റ്റുഡൻറ് ടേബിളിനെ വിളിക്കണം, എസ് എന്ന് കൊടുക്കണം. ആൻഡ് റൈറ്റ് ജോയിൻ, നമ്മൾ റൈറ്റ് ജോയിൻ വിളിക്കുന്നു, റൈറ്റ് GHT. ഓക്കെ, സ്പെല്ലിംഗ് എപ്പോഴും നോക്കുക തെറ്റാണോ ശരിയാണെന്നൊക്കെ. ആൻഡ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു, എന്നിട്ട് ടി കൊടുക്കുക. ആൻഡ് വി ആഡ് ദ ഓൺ കീവേഡ് ആൻഡ് call the two IDs from the two tables. So s dot department ID is equal to d dot department ID. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ എഴുതിയിട്ടുള്ളത്. നമുക്ക് ഈ ക്വറി റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പം വർക്കിംഗ് ആണ്. സോ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് എല്ലാ ക്യൂറി ഒരുപോലെ വെച്ചാൽ ലെഫ്റ്റ് ജോയിൻ ആയാലും റൈറ്റ് ജോയിൻ ആയാലും ഇന്നർ ജോയിൻ ആയാലും ചെയ്തപ്പോൾ അല്ലാതെ നമുക്ക് 5 റോസ് കിട്ടിയതൊന്നും മാറ്റങ്ങളില്ലാന്ന്. കാരണം ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള 2 ടേബിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രണ്ടിലും ഡിപ്പാർട്ട്മെന്റ് ID എന്ന് പറയുന്നത് സിമിലർ ആണ്. ഞാൻ കൊടുത്തതെല്ലാം 1, 2, 3 തന്നെയാണ്. അവിടെ ഒന്ന് ഞാൻ സെപ്പറേറ്റ് ആയി കൊടുത്തില്ല, ഒന്നും കൊടുക്കാണ്ടിരുന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് വലിയൊരു ഡാറ്റ ഷീറ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം കുറച്ച് വാലിഡേറ്റ് ഇഷ്യൂസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക, കറക്റ്റ് ചെയ്യുന്നതിനേക്കാൾ. അപ്പം ഇത് നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളിപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം തന്നെ കറക്റ്റായി കിട്ടും. പക്ഷെ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ് രീതിയിൽ നിങ്ങൾക്ക് ഡാറ്റ മാനിപ്പുലേഷൻ നടത്തിയിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഫിൽട്ടറിങ് ഗ്രൂപ്പ് ബൈ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഗ്രൂപ്പ് ബൈ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അഗ്രഗേഷൻ ഫംഗ്ഷൻസ് എന്നുള്ള സംഭവമുണ്ട്. സോ ഈ അഗ്രഗേഷൻ ഫംഗ്ഷൻസ് ഉപയോഗിക്കുമ്പോഴാണ് ഈ ഗ്രൂപ്പ് ബൈ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. അഗ്രഗേഷൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഫംഗ്ഷൻസ് ആണ്, സെർട്ടൻ ഫംഗ്ഷൻസ്. അത് പെർഫോം ചെയ്യണത് കാൽക്കുലേഷൻസ് ആണ്. കുറെ കാൽക്കുലേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. എന്ത് കാൽക്കുലേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് കണ്ടുപിടിക്കുക, സം കണ്ടുപിടിക്കുക, ആവറേജ് കണ്ടുപിടിക്കുക, മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക, മിനിമം വാല്യൂ കണ്ടുപിടിക്കുക ഫ്രം ദ ടേബിൾ. അങ്ങനെ അഗ്രഗേഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യൂറി എഴുതുന്ന സമയത്ത് നമുക്ക് ഗ്രൂപ്പ് ബൈ ഇല്ലെങ്കിൽ നമുക്ക് എറർ നമുക്ക് കിട്ടും. സോ ആ എറർ കിട്ടാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പ് ബൈ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ബൈ എന്താ നമുക്ക് പഠിക്കണം. ഗ്രൂപ്പ് ബൈ എന്നുള്ളത് സെയിം വാല്യൂ ഉള്ള റോസുകളൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ബൈ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ ഏജിൻ്റെ ബേസിൽ ഗ്രൂപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓരോ ഏജുള്ള ആൾക്കാർക്കും ഈ ടേബിളിലുള്ള ഏജുള്ള ആൾക്കാരെ എത്ര ആൾക്കാരുണ്ട്, ഇപ്പോൾ 20 ഉള്ള എത്ര പേരുണ്ട്, 30 ഉള്ള എത്ര പേരുണ്ട്, 15 ഉള്ള എത്ര പേരുണ്ട്, 18 ഉള്ള എത്ര പേരുണ്ട്,
അവൻ്റെ ഓരോ ഏജന്റിന്റെയും കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണ്? ഇപ്പോൾ സെലക്ട് ഏജ് എന്നുള്ളത് കൊടുക്കുക ആൻഡ് കൗണ്ട് കൊടുക്കുക. ഓക്കെ, കൗണ്ട് ഓഫ് ഏജ്. എന്നിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്തു. ഓക്കെ, കൊടുത്തല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഗ്രൂപ്പ് GROUP. ഓക്കെ, ഗ്രൂപ്പ് ബൈ ഏജ്. നമ്മൾ ഏജിൻ്റെ ബേസിൽ നമ്മൾ ഗ്രൂപ്പ് ബൈ ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ ക്യൂരി അവസാനിപ്പിച്ച് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, 15 ഒരാൾ, 30 ഒരാൾ, 20 2 പേര്, 18 ഒരാൾ. നമുക്ക് ഇങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും, ഞാനിപ്പോൾ ഗ്രൂപ്പ് ബൈ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന്. ഇപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൗണ്ട് കൊടുത്തിട്ട് നിങ്ങളെ വർക്ക് ചെയ്യിപ്പിക്കും, ഏജ് വെച്ച് കൗണ്ട് ചെയ്യും. ബട്ട് അവർക്ക് ഈ കൗണ്ട് ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ 1 1 2 2 1 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ ഇവർക്ക് അറിയില്ല ഏതിൻ്റെ ഉള്ളിലേക്കാണ് ഈ 1 എന്ന് പറയുന്ന നമ്പർ കൊടുക്കേണ്ടതെന്ന്. 15 ഈ 1 വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല അവർക്ക്. അപ്പോൾ ഏത് നമ്മുടെ കമ്പയർക്ക് നമ്മുടെ പോസ്റ്റേഴ്സ് സോഫ്റ്റ്വെയറിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഗ്രൂപ്പ് ബൈ എന്നുള്ള വേർഡ് ഈ SQL നമ്മുടെ ക്യൂറി ലാംഗ്വേജിൽ ഗ്രൂപ്പ് ബൈ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് ഏജിന്റെ ബേസിലാണ് നിങ്ങൾ കൗണ്ട് ആഡ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കുക ചെയ്യണം. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇന്ന ഏജിലുള്ള ഒരാൾക്ക് ഇത്ര കൗണ്ട് ഉണ്ട് എന്ന് കറക്റ്റ് കോളം വൈസ് നമുക്കൊരു വ്യൂ തരും. ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കും, ടേബിൾ അല്ല, ഒരു വ്യൂ തരും. അതാണ് നമ്മളിവിടെ ഗ്രൂപ്പ് ബൈ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാകുന്ന ഡിഫറൻസ്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ എറർ കിട്ടും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഒരു എറർ കിട്ടും നമുക്ക്. ഇനി അടുത്തത് നമ്മൾ ഹാവിങ് ആണ് പഠിക്കാൻ പോകുന്നത്. ഹാവിങ് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ബൈ കഴിഞ്ഞിട്ടാണ് ഹാവിങ് ഉപയോഗിക്കുക. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് ബൈ കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ട് ഇല്ലേ, ആ റിസൾട്ട് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവിങ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത സെയിം എക്സാമ്പിൾ എടുക്കാം. ഏജിനെ കൗണ്ട് ചെയ്യണം. അപ്പോൾ നമുക്കെന്താ കൗണ്ട് ചെയ്തതിന് ശേഷം ആ കൗണ്ട് ചെയ്ത ഏജിൽ 1 കൂടുതൽ 2 ജസ്റ്റ് ലൈക്ക് റിപ്പീറ്റേഷൻ, ആ കൗണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ കാണിച്ചാൽ മതി. ബാക്കിയുള്ള ഒരു റിപ്പീറ്റേഷൻ ആൾക്കാരെ കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്കൊരു ക്യൂരി എഴുതാം. ജസ്റ്റ് ലൈക്ക് കിട്ടിയ റിസൾട്ടിനെ, ആ കിട്ടിയ കൗണ്ടിനെ നമുക്ക് വീണ്ടും ഫിൽട്ടർ ചെയ്യണം. സോ നമുക്കതൊന്ന് എഴുതി നോക്കാം. സെലക്ട് ഏജ് എന്ന് കൊടുത്തു. എന്നിട്ട് എന്താ കൗണ്ട് ഓഫ് ഏജ് എന്ന് കൊടുത്തു ആണല്ലോ. From student. After that we call group by and group it by age. Okay, is you are clear? Everyone clear? Yeah, നമുക്ക് ഇത് വെച്ച് നമ്മളെല്ലാം മുമ്പ് ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ വിളിക്കാനാണ് ഹാവിങ് കൊടുക്കാണ്. എനിക്ക് അതെന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കൗണ്ട് ഓഫ് ഏജ് എന്ന് പറയണത് 1.25 കൂടുതലാണെങ്കിൽ മാത്രമേ എനിക്ക് വേണ്ടൂ. അപ്പോൾ എഴുതാണ് കൗണ്ട് ഓഫ് ഏജ്. ഞാൻ മുകളിൽ കൊടുത്ത് കൗണ്ട് ഓഫ് ഏജ്, അവിടെയാണ് കൗണ്ട് ഓഫ് ഏജ് എന്നുള്ള ഇത് വരുന്നത്, നമുക്ക് കോളം വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നത്. ഈസ് ഗ്രേറ്റർ ദാൻ 1. 1 മുകളിലാണെങ്കിൽ മാത്രമേ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ഈ ക്യൂർ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഉണ്ട്. സോ കണ്ടില്ലേ, ഇപ്പോൾ 20 എന്നുള്ള ഏജ് മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം അത് മാത്രം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തത്, ബാക്കിയൊന്നും റിപ്പീറ്റ് ആയിട്ടില്ല. ഗ്രൂപ്പ് ബൈ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെ വീണ്ടും ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാവിങ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് അവസാനമായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത് വെച്ചാൽ ഡ്രോപ്പ് എന്നുള്ളൊരു കീവേഡാണ്. സോ ഡ്രോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റാ ബേസിൽ നമുക്ക് കളയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രോപ്പ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഡാറ്റാ ബേസ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ കോളംസ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. കോളംസ് എടുത്ത് കളയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ പല സിറ്റുവേഷൻ, ഇപ്പോൾ റോൾസ് കളയാൻ വേണ്ടി നിങ്ങൾക്ക് കളയാൻ പറ്റും. പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ഉപയോഗിക്കാൻ പറ്റും. ഡ്രോപ്പ് എന്ന് പറയുന്നത് സംതിങ് റിമൂവ്. ഓക്കെ, സംതിങ് ഈസ് ഡിലീറ്റിംഗ്, നോട്ട് ഡിലീറ്റിംഗ്, സംതിങ് ഈസ് റിമൂവ് ഫ്രം യുവർ ഡാറ്റാ ബേസസ്. ഓക്കെ, ദാറ്റ്സ് ദ ബേസിക് തിങ്. സോ നമുക്ക് ഇവിടെ എക്സാമ്പിൾ ചെയ്യാം. ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടേബിൾ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ സാമ്പിൾ ടേബിൾ എന്നുള്ള ടേബിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ സാമ്പിൾ SAMPLE സാമ്പിൾ, അപ്പോൾ ടേബിൾ TABLE അത് വിളിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് ടേബിൾ ആയി. നമുക്ക് ഇനി ചെക്ക് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഡ്രോപ്പ് ടേബിൾ കൊടുത്ത സമയത്ത് നമുക്ക് ആ ഇവിടെ സാമ്പിൾ ടേബിൾ ഇപ്പോൾ കാണാനില്ല. ശരിയല്ലേ?
സാമ്പിൾ ടേബിൾ പോയിന്റ്. നമുക്ക് ഡ്രോപ്പ് ടേബിൾ എന്ന് പറയുമ്പോൾ പ്രത്യേകത വെച്ചാൽ റിമൂവ് ചെയ്യുക, സംതിങ് ഇസ് റിമൂവ് ഫ്രം ദ ദർ. ടിൽ നമ്മൾ അങ്ങനെ ലാസ്റ്റ് നമ്മൾ SQL ബേസിക്സിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയി. സോ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാബേസിന്റെ ഫണ്ടമെന്റൽസ് നമ്മൾ പഠിച്ചു, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചത്. പിന്നെ ക്രിയേറ്റ്, ഇൻസേർട്ട്, സെലക്ട് ചെയ്യാനൊക്കെ എന്തൊക്കെയാണ്, അതെങ്ങനെ യൂസ് ചെയ്യുന്നത് പഠിച്ചു. വേർ ഫിൽറ്റേഴ്സ് ഇങ്ങനെയാണ് വേറെ യൂസ് ചെയ്യുന്നത്, ഡാറ്റ ഫിൽട്ടർ ചെയ്യുന്നത് എങ്ങനെ പഠിച്ചു. അപ്ഡേറ്റ് ഡിലീറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഡാറ്റാസ് മാനേജ്മെന്റ് ചെയ്യാന്നുള്ളത് എങ്ങനെ പഠിച്ചു. അതുപോലെ നമുക്ക് അൾട്ടർ യൂസ് ചെയ്തിട്ട് സ്ട്രക്ചർ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞു. ഫോറിൻ കീ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഡാറ്റാസ് കണക്ട് ചെയ്യാം, ഡാറ്റ ടേബിൾസ് കണക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അങ്ങനെ നമ്മൾ ജോയിൻ യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ടേബിൾ കണക്ട് ചെയ്യാനും കമ്പൈൻ ചെയ്തിട്ട് അത് എങ്ങനെ ഉപയോഗിക്കാനും പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഫൈനലി ആയിട്ട് പഠിച്ചതാണ് ഗ്രൂപ്പ് ബൈ ഹാവിങ്ങും ഡാറ്റ അനാലിസിസും കാര്യങ്ങൾ ചെയ്തത്. പിന്നെ ലാസ്റ്റ് കുഞ്ഞ സംഭവം ഉണ്ട് ഡ്രോപ്പ് ടേബിൾ. അത് ഞാൻ ആദ്യം ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അവസാനം ഞാൻ ആ ഒരു ഫ്ലോയിൽ സ്റ്റോറി മോഡ് വന്ന സമയത്ത് ലാസ്റ്റ് ഡ്രോപ്പ് പഠിച്ചു. അങ്ങനെ നമുക്കിപ്പോൾ SQLന്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടെന്ന് പറയില്ല, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാണ്ട്. കാരണം അഗ്രേഷൻ ഫംഗ്ഷൻസ് അതിനകത്ത് നിങ്ങൾ മിനിമം മാക്സിമം അതുപോലെ തന്നെ അഗ്രേഷൻ ആവറേജ് ഒന്നും കാണാൻ പഠിച്ചിട്ടില്ല. സോ അതൊക്കെ ചെയ്യാൻ തന്നെ പഠിക്കുക. കുറച്ച് വിട്ടുപോയ കുറെ കാര്യങ്ങളുണ്ട്. വിട്ടുപോയ മീൻസ് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങളൊക്കെ എന്തായാലും മാക്സിമം അതൊന്നും കവർ ചെയ്യാൻ നോക്കുക. ഈ ഞാൻ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ കീവേഡ്സ് തന്നെ നിങ്ങൾ മാക്സിമം കുറച്ചുകൂടി റെഫർ ചെയ്യുക. ഗീക്ക് ഫോർ ഗീക്സോ W3 സ്കൂൾസ് നോക്കിയിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് നോക്കുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് അത് ഇത് കണ്ടിട്ട് അതൊന്നും നോക്കുക, പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പിന്നെ അതിനുശേഷം അഡ്വാൻസ് ടോപ്പിക്സ് വരാണ്ട്, കാരണം അഡ്വാൻസിന്റെ SQL വരുന്ന സമയത്ത് സബ് ക്യൂരീസ് എങ്ങനെ എഴുതാം, ഒരു ക്യൂരിന്റെ ഉള്ളിൽ എങ്ങനെ വേറൊരു ക്യൂരി എഴുതാം, അതിനകത്ത് പിന്നെ വ്യൂസ്, ഫങ്ഷൻസ്, സ്റ്റോർഡ് പ്രൊസീജിയർ, ഇൻഡെക്സിങ്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു സംഭവം ഉണ്ട് ക്യൂരി ഒപ്റ്റിമൈസേഷൻ, അതൊരു ടോപ്പിക്കാണ്, അതും സംഭവം പഠിക്കാനുണ്ട്. അതാണ് അഡ്വാൻസ് ടോപ്പിക്സ് പറഞ്ഞാൽ. നിങ്ങൾക്ക് അഡ്വാൻസ് ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. എങ്ങനെയുണ്ട് എൻ്റെ പ്രസന്റേഷൻ ഡേയ്സിലേക്ക്, അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താണ്ടോ, അടുത്ത വീഡിയോയിൽ നോക്കുമ്പോൾ എന്തൊക്കെ മെച്ചപ്പെടുത്തണം നിങ്ങൾ പറയുക. ഇതിനെ ഓക്കെ ആണോ, അല്ലെ ഇതിനൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ ഫീച്ചേഴ്സ് ഒക്കെ പറയുക. എഡിറ്റിംഗ് എന്തെങ്കിലും കുഴപ്പമുണ്ട് അത് പറയുക. പിന്നെ നിങ്ങൾക്ക് ഇത് എന്തായാലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്രാക്ടീസ് ചെയ്യുക കൂടുതലായിട്ട്. പ്രാക്ടീസ് മേക്സ് ദ SQL പെർഫെക്റ്റ്. ഓക്കെ, എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ട് വരാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യുക, നേരത്തെ പറയുന്നത്. നിങ്ങൾക്കത് ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല വെറുത്താണെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോയുടെ പ്രചോദനം. ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ് അബൌട്ട്. അടുത്തിടെ ഞാൻ വരുന്നത് വരെ എന്തായാലും പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, പഠിപ്പിക്കാൻ ഞാൻ വീണ്ടും വരാം. ഓക്കെ, ഇറ്റ്സ് മീ ശ്രീകൃഷ്ണൻ ആൻഡ് സൈനിങ് ഓഫ്.